അപ്പോൾ നമ്മളൊക്കെ ഭാരങ്ങളുമായിട്ടാണ് ഇവിടെ വരിക. പ്രയാസങ്ങളും ദുഃഖങ്ങളുമൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പേറിക്കൊണ്ട് ഇവിടെ വന്ന് ഇതൊന്ന് ലഘൂകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതൊരു പക്ഷേ തിരികെ പോകുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു വള്ളം പുറപ്പെടാൻ യാത്രയായിരിക്കുമ്പോൾ എല്ലാവരോടും കൂടെ ഒരു കർഷകനും അതിൽ കയറി. അയാളുടെ കയ്യിൽ അന്നത്തെ വേല കഴിഞ്ഞ കൂലിയുണ്ട്, വീട്ടിലേക്കുള്ള ആഹാരമുണ്ട്, വീട്ടിൽ പശുവിന് കൊടുക്കാനുള്ള വലിയ പുല്ലിൻ്റെ കെട്ടുണ്ട്, അത് തലയിലാണ് ഇരിക്കുന്നത്. അദ്ദേഹവും ഓടി ഈ വള്ളത്തിൽ കയറി. വള്ളം വിടാൻ തുടങ്ങിയപ്പോൾ വള്ളം തുഴയുന്ന ആൾ പറഞ്ഞു, എല്ലാവർക്കും വള്ളത്തിൽ ഇരിക്കാം. എല്ലാവരും ഇരുന്നു. എല്ലാവരും ഇരുന്നപ്പോഴും ഈ കർഷകന്റെ തലയിൽ ഈ പുല്ലിൻ്റെ കെട്ടിരിപ്പുണ്ട്. അപ്പോൾ ആളുകൾ പറഞ്ഞു, എന്തിനാ ഈ വള്ളത്തിനകത്തിരിക്കുമ്പോൾ തന്നെ ഈ കെട്ട് തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കർഷകൻ പറഞ്ഞു, ഇതിറക്കി വെക്കുമ്പോൾ ഒരുപക്ഷെ വള്ളത്തിന് ഭാരം കൂടാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഇത് എൻ്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ. നമ്മൾ പലപ്പോഴും അങ്ങനെയാ, ഭാരങ്ങൾ ഇറക്കി വെക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ ഭാരവും പേറിക്കൊണ്ട് നാം എല്ലാവരും സങ്കടത്തോടെയും എവിടെ ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച് ഈ ഭാരങ്ങൾ ഒരിടത്ത് നിന്നെടുത്ത് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഈ യാത്രയിൽ ഈ ഭാരങ്ങൾ എന്നും എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ നാം ചെയ്യേണ്ടത് ഇതാണ്: തിരികെ പോകുമ്പോൾ ഈ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുക, ജീവിതത്തെ ലഘൂകരിക്കുക. ആശങ്കകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാരങ്ങളെ, പേടിപ്പെടുത്തുന്ന ഭാരങ്ങളെ, ആശങ്കകൾ ഉണ്ടാക്കുന്ന ഭാരങ്ങളെ ഇവിടെ ഒന്ന് ഇറക്കി വെച്ചിട്ട് പോവുക. അങ്ങനെ ഇറക്കി വെക്കുമ്പോൾ തിരികെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും കടന്നു പോകുവാൻ സാധിക്കും എന്നുള്ളത് വലിയ ഒരു നന്മയാണ്. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധന്റെ സന്നിധിയിൽ നാം ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ കടന്നു വരിക? ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ പരിശുദ്ധൻ നമുക്ക് ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് എല്ലാ അനുഭവങ്ങളിലും എന്തുകൊണ്ടാണ് ഉണ്ടാവുക? ഒരു കഥയുണ്ട്. നാരദ മഹർഷി ഒരിക്കൽ ഒരു ഭവനത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ചു. ആ വീട്ടിൽ താമസിച്ച് പിറ്റേ ദിവസം പോകാൻ നേരം ആ വീട്ടുകാരൻ നാരദ മുനിയോട് പറഞ്ഞു, ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രയാസമുണ്ട്, ഞങ്ങൾക്ക് മക്കളില്ല, അതുകൊണ്ട് അതിനായി ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. നാരദ മുനി ഇവരുടെ അപേക്ഷ കേട്ടു. നേരെ വിഷ്ണു ഭഗവാന്റെ അടുത്ത് ചെന്നു. വിഷ്ണു ഭഗവാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ അതിഥിയായി താമസിച്ച ഒരു വീട്ടിൽ അവർക്ക് ഇപ്രകാരമുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്, ചില പ്രയാസങ്ങളുണ്ട്, അവയൊന്ന് നീക്കിക്കൊടുക്കണം. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, വിധി പ്രകാരം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ പാടില്ല എന്നാണ്. ഭഗവാനാണ് പറഞ്ഞത്. നാരദമുനി മറുപടിയൊന്നും പറഞ്ഞില്ല, അവിടെ നിന്നിറങ്ങി. എന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നാരദമുനി വീണ്ടും ആ ഭവനത്തിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ 2 കുഞ്ഞുങ്ങൾ ഇവർക്ക് പിറന്നിരിക്കുന്നതായി കണ്ടു. വീണ്ടും തിരിച്ച് വിഷ്ണു ഭഗവാന്റെ അടുക്കൽ നാരദമുനി എത്തിയിട്ട് ചോദിച്ചു, അങ്ങല്ലേ പറഞ്ഞത് വിധിപ്രകാരം ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ പാടില്ല, പക്ഷെ എങ്ങനെയാണ് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായത്? വിഷ്ണു ഭഗവാൻ പറഞ്ഞു, കുറെ നാളുകൾക്ക് മുൻപ് ആ വീട്ടിൽ ഒരു വിശുദ്ധനായ സന്യാസി വര്യൻ വന്നിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. എന്നിട്ട് നാരദമുനിയോട് പറഞ്ഞു, ഒരു കാര്യം ഓർക്കുക. വിഷ്ണു ഭഗവാൻ നാരദമുനിയോട് പറയുകയാണ്, ഒരൊറ്റ കാര്യം ഓർക്കുക, വിധിക്കപ്പുറത്ത് പലതും സംഭവിക്കുവാൻ വിശുദ്ധരായ ആളുകൾക്ക് സാധിക്കും. വിധിയെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സ്വയം പഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഓർക്കുക, വിശുദ്ധിയുടെ പടവുകൾ കയറിയ അനേക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾക്ക് വിധികളെ മറികടക്കുവാനുള്ള ശക്തിയുണ്ട്.
എന്തിനാണ് ഈ വിശുദ്ധന്റെ സന്നിധിയിൽ നാം കടന്നു വരുന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ പഴിച്ചുകൊണ്ടിരിക്കുന്ന ആശങ്കകൾക്കപ്പുറത്ത് സകലതും സാധ്യമാക്കി തരുവാൻ കഴിയുന്ന ഒരു ദൈവിക കൃപ അവരിലൂടെ ഈ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള അനേക അനുഭവങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിൽ അനേകർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വിശുദ്ധന്റെ സന്നിധിയിൽ നാം കടന്നു വരിക. എൻ്റെ ആമുഖ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. T.S. എലിയട്ട് എന്ന് പറയുന്ന ഒരു വിശ്വവിഖ്യാത കവിയുണ്ട്. ആ കവിയുടെ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന ഒരു കവിതയിൽ ഇങ്ങനെ 3 വരികൾ എഴുതിയിട്ടുണ്ട്. Where is the life that is lost in the living? Where is the wisdom that is lost in the learning? Where is the knowledge that is lost in the knowing? വിശ്വവിഖ്യാതമായ അനേകം എഴുത്തുകളിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ട 3 ചോദ്യങ്ങളാണിത്. Where is the life that is lost in the living? ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഞാനും നിങ്ങളുമൊക്കെ. പക്ഷെ അതിനിടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു ജീവിതമുണ്ട് എന്ന് പലപ്പോഴും അറിയുന്നില്ല. ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു, നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതിനിടയിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം എവിടെ? Where is the wisdom that is lost in the learning? നാം എല്ലാം പഠിക്കുന്നുണ്ട്, അനേക കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, നാം പഠിക്കുന്നു, എല്ലാവരും പഠിക്കുന്നു. അതിനുള്ളിലുള്ള വിജ്ഞാനം എവിടെ? യഥാർത്ഥ അറിവ് അതെവിടെയാ കിടക്കുക? അത് പലപ്പോഴും ഇന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. Where is the knowledge that is lost in the knowing? അറിവിൽ നമ്മുടെ യഥാർത്ഥ അറിവ് എവിടെ നഷ്ടപ്പെട്ടു പോയി? അപ്പൊ നമുക്ക് ജീവിക്കുകയാണ്, അറിയുകയാണ്, മനസ്സിലാക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിലുള്ളത് അതിൻ്റെ അന്തസത്തയിലാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ചോദ്യം. ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു വേദഭാഗം സമർപ്പിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായം, അതിൻ്റെ 13-14 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തികൾ 12-ാം അധ്യായം, അതിൻ്റെ 13-14 വാക്യങ്ങൾ. അവൻ പടിപ്പുരവാതുക്കൽ മുട്ടിയാറെ രോദ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾക്കാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി. പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. ഈ ഭാഗം നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ്. ഇതിൻ്റെ ചരിത്രവും നമുക്ക് അറിയാം. യെരൂശലേമിലെ ചെറിയ സഭയ്ക്ക് നേരിടുന്ന കഷ്ടതയെ വിവരിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഹെരോദ് അഗ്രിപ്പ രാജാവ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. യഹൂദന്മാർക്ക് ഇത് ഇഷ്ടമായി എന്ന് മനസ്സിലാക്കിയ രാജാവ് പത്രോസിനെ തടവിലാക്കി. പത്രോസിനെ തടവിലാക്കിയപ്പോൾ യെരൂശലേമിലെ ചെറിയ സഭ ഏതാണ്ട് അനാഥമായി എന്ന് പറയാം. കാരണം അവരുടെ നേതാക്കന്മാരിൽ ഒരാളെ കൊന്നുകളഞ്ഞു, മറ്റേയാളെ തടവിലാക്കി. നേതൃത്വമില്ലാതെ അലയുന്ന, നേതൃത്വമില്ലാതെ വിഷമിക്കുന്ന ഒരു സഭയായി യെരൂശലേമിലെ സഭ മാറി. അവർ എന്തു ചെയ്തു? അവർ ഒരുമിച്ച് പത്രോസിന്റെ വിടുതലിനായി അവർ പ്രാർത്ഥിച്ചു. അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എവിടെയാണ് പ്രാർത്ഥിക്കുന്നത്? മർക്കോസിന്റെ മാതാവായ മറിയയുടെ ഭവനത്തിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. യെരൂശലേമിലെ സഭ കൂട്ടം കൂടിയിരുന്നത് ഈ മറിയയുടെ ഭവനത്തിലാണ്. സാമാന്യം വലിയ ഒരു വീട് അന്ന് ആ കാലത്ത് ഉണ്ടായിരുന്നത് കൊണ്ട്
ആ വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള അവസരം അവർ ഒരുക്കി. ആ വീട്ടിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. മുട്ട് കേട്ടപ്പോ രോദ എന്ന ബാല്യക്കാരി പടിപ്പുര വാതിൽക്കൽ ചെന്നു. കിളിവാതിൽ വഴി പുറത്തേക്ക് നോക്കിയപ്പോ പത്രോസ് അവിടെ നിൽക്കുന്നു. അവിടെ നിൽക്കുന്ന പത്രോസിനെ കണ്ടിട്ട് വാതിൽ തുറക്കാതെ തിരിച്ച് ഓടി അവരോട് ചെന്ന് പറഞ്ഞു, പത്രോസ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്നു. അതിൻ്റെ ബാക്കി ഭാഗം നമുക്കറിയാം. അവർ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണ്, പത്രോസ് കാരാഗ്രഹത്തിലാണല്ലോ, എങ്ങനെയാ ഇവിടെ വന്ന് നിൽക്കുക എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം പിന്നീട് ഉണ്ട്. ഹെരോദ് അഗ്രിപ്പ രാജാവിനെ കുറിച്ച് ആ അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ദൂതൻ അവൻ വലിയൊരു വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് അവനെ അടിച്ചു. അവനെ കൃമികൾക്ക് ഇരയാക്കി അവൻ പ്രാണനെ വിട്ടു എന്ന രാജാവിനെ കുറിച്ച് അവിടെ വിശദീകരണം നൽകുന്നുണ്ട്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ മിന്നിമറഞ്ഞു പോകുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അധികമൊന്നും വിവരണമില്ലാതെ ഒരു പേരുകൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾ വേദപുസ്തകത്തിലുണ്ട്. അതിൽ ഒരാളാണ് രോദ എന്ന സ്ത്രീ. രോദയെക്കുറിച്ച് അധികം വിവരണമൊന്നുമില്ല. ഈ ഒരൊറ്റ ഭാഗമേ ഉള്ളൂ രോദയെക്കുറിച്ച് പറയുന്നത്. രോദ എന്ന വാക്കിൻ്റെ അർത്ഥം അതൊരു ഗ്രീക്ക് വാക്കാണ്. രോദി എന്ന് പറഞ്ഞാൽ റോസാപ്പൂ എന്നാണ് അർത്ഥം. രോദി എന്ന ഗ്രീക്ക് വാക്കിന് റോസാപ്പൂ എന്നാണ് അർത്ഥം. ചരിത്രം രോദയെക്കുറിച്ച് പറയുന്നത് രോദ ഒരു അടിമ പെണ്ണാണ്. മറിയയുടെ വീട്ടിലെ വേലക്കാരിയാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നു രോദ എന്ന ബാല്യക്കാരത്തി എന്നവിടെ പറയുന്നുണ്ടല്ലോ. രോദ ആ വീട്ടിൽ താമസിക്കുമ്പോൾ രോദയ്ക്ക് നല്ല സ്ഥാനമുണ്ട്. അടിമകളാണ് അക്കാലത്ത് വീട്ടിൽ ജോലിക്കാരായി നിൽക്കുന്നത്. യജമാനന്മാരായ അനേകം ആളുകളുടെ ഭവനങ്ങളിൽ ഒരുപാട് അടിമകളുണ്ട്. ആ അടിമകൾ ആ വീട്ടിൽ വേല ചെയ്ത് കഷ്ടപ്പെടുന്ന ഒരനുഭവം. എന്നാൽ യഹൂദന്മാരുടെ അടിമകൾക്ക് അല്പം സ്വാതന്ത്ര്യമുണ്ട്. റോമിലോ ഗ്രീക്കിലോ ഉണ്ടായിരുന്ന അടിമകളെ പോലെ ആയിരുന്നില്ല യഹൂദന്മാരുടെ വീട്ടിലുള്ള അടിമകൾ. അവർക്ക് അത്രയേറെ പീഡകളൊന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ക്രൈസ്തവ ജീവിതത്തിൻ്റെ സാക്ഷ്യവും ക്രൈസ്തവ ജീവിതത്തിൻ്റെ സ്വാധീനവും അത്രയേറെ അന്ന് ഇവരുടെ ഇടയിലുണ്ടായി. ക്രൈസ്തവ ജീവിതത്തിൽ അടിമകളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം, യജമാനന്മാരും അടിമകളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് നന്നായി അവരെ പഠിപ്പിച്ച ഒരനുഭവം ഒക്കെയുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായതും അതുതന്നെയായിരുന്നു. എന്നാൽ സഭ ഇത്തരം പ്രശ്നങ്ങളെ ഒന്നും നേരിട്ടത് സാമൂഹികമായ രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടിലായിരുന്നില്ല. മറിച്ച് ക്രൈസ്തവ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിലായിരുന്നു. അതറിയണമെങ്കിൽ ഫിലമോന്റെ ലേഖനം വായിക്കുമ്പോൾ, ഒരധ്യായം മാത്രമുള്ള ലേഖനമാണല്ലോ ഫിലമോൻ. ഫിലമോന്റെ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സംഭവമുണ്ട്. അതുമായി അനുബന്ധമായ ഒരു സംഭവമുണ്ട്. ഫിലമോൻ ധനാഢ്യനായ ഒരു യജമാനനാണ്. അദ്ദേഹത്തിന് ഒരു അടിമയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഒനേസിമോസ്. അപ്പോ ഫിലമോന്റെ ഭവനത്തിൽ നിന്ന് ഒനേസിമോസ് ഓടി രക്ഷപ്പെട്ടു. കപ്പൽ കയറി അയാൾ യാത്രയായി റോമിലെത്തിയപ്പോൾ യാദൃച്ഛികമായി തടവിലായിരുന്ന പൗലോസിനെ കാണുവാനിടയായി. പൗലോസിനെ കണ്ടപ്പോൾ പൗലോസ് ഒനേസിമോസുമായി സംസാരിച്ചപ്പോൾ തൻ്റെ പഴയകാല ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചു മനസ്സിലാക്കിയപ്പോൾ ഫിലമോന്റെ
അടിമയായിരുന്നു എന്ന് മനസ്സിലാക്കി. അപ്പോൾ പൗലോസ് ഒരു കാര്യം ചെയ്തു. ഒനേസിമോസിനെ തിരിച്ച് ഫിലമോന്റെ അടുക്കലേക്ക് അയക്കുന്നുണ്ട്. അയക്കുമ്പോൾ ഒരു കത്തും കൊടുത്തു വിടുന്നുണ്ട്. ഫിലമോന്റെ ലേഖനം മുഴുവൻ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ആ കത്തിൻ്റെ ഉള്ളടക്കം. അത് മാത്രമായിരുന്നില്ല, ഒനേസിമോസിനെ തിരിച്ചയക്കുമ്പോൾ ഒരു ക്രൈസ്തവ വീക്ഷണം ആ കത്തിൽ ഉണ്ട്. ഫിലമോനോട് പറയുന്നുണ്ട്, നീ അവനോട് ക്ഷമിക്കണം. മാത്രമല്ല, ഇനി അവൻ നിന്റെ ദാസനല്ല, നിന്റെ പ്രിയ സഹോദരനാണ്. അഥവാ അവൻ നിന്നോട് വല്ലതും കടംപെട്ടിട്ടുണ്ടെങ്കിൽ പൗലോസ് എന്ന ഞാൻ പറയുന്നു, ഞാൻ ആ കടം വീട്ടാം. സ്നേഹവും സാഹോദര്യവുമൊക്കെ അവിടെ നിലനിന്നിരുന്ന ഒരു കാലത്തിലാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ യഥാർത്ഥ അനുഭവം ഉള്ളത്. നമുക്ക് രോദായിലേക്ക് തിരിച്ചു വരാം. രോദായിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അധികമൊന്നും രോദായെക്കുറിച്ച് പഠിക്കാൻ വേദപുസ്തകത്തിലില്ല എങ്കിലും രോദായെക്കുറിച്ച് പഠിക്കാൻ സൂക്ഷ്മമായി പഠിച്ചാൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് പത്രോസ് പടിവാതിൽക്കൽ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടും അവൾ വാതിൽ തുറക്കാനായി പോകുന്നതുമായി ബന്ധപ്പെട്ടും ആ ഭവനത്തിലുള്ള രോദായിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുമൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് സൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിലാകുന്നതായിട്ടുണ്ട്. ഒന്നാമത്തേത്, രോദ ആ വീട്ടിൽ ഒരു ദാസിയായിരുന്നെങ്കിലും അവൾക്ക് നല്ല സ്ഥാനമുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവളുടെ എളിയ ജീവിതത്തെ അവൾ ഒരിക്കലും തുച്ഛീകരിച്ച് കണ്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉന്നതമായ സ്ഥാനം ഒരു ഭവനത്തിൽ അലങ്കരിക്കുമ്പോഴും തനിക്ക് അർഹതപ്പെട്ടതിനപ്പുറത്തുള്ള സ്ഥാനം ഒരു ഭവനത്തിൽ ഉണ്ടാകുമ്പോഴും ഒരിക്കലും രോദ തൻ്റെ ജോലിയെ തുച്ഛീകരിച്ചില്ല. നാം ഓർത്തിരിക്കേണ്ട ഒരു വലിയ കാര്യമാണ്, വളരെ താഴ്മയോടെ ആ ഭവനത്തിൽ ജീവിച്ച ഒരാളായിരുന്നു രോദ. ഇന്നത്തെ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. പഴയകാല ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. മനുഷ്യന്റെ പഴയകാല ജീവിതവും പുതിയ കാല ജീവിതവും തമ്മിൽ ഒന്ന് ചേർത്ത് ചിന്തിക്കണം. ഇന്ന് പലപ്പോഴും ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? പഴയ കാര്യം പറയുമ്പോൾ നമുക്കെല്ലാം ബുദ്ധിമുട്ടാണ്. ആർക്കും ഓർക്കാൻ താല്പര്യമില്ല. ഉണ്ടോ? ഓലമേഞ്ഞ വീട്ടിൽ താമസിച്ചതും ചോർന്നൊലിച്ച വീട്ടിൽ കിടന്നതും ചാണകം ഒഴുകിയ തറയിലിരുന്നതും ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ ജീവിച്ചതൊക്കെ ഒന്ന് ഓർക്കാൻ നമുക്ക് കഴിയുമോ? അതോർത്താൽ ഇന്നിരിക്കുന്നിടത്തു നിന്ന് വീണ്ടും നമ്മളൊന്ന് താഴും. പക്ഷെ ഇന്നോ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാ? നമ്മുടെയൊക്കെ വിചാരവും നമ്മുടെയൊക്കെ നിൽപ്പും പോക്കും വരവും സംസാരവും കണ്ടാലുണ്ടല്ലോ, ജനിച്ചപ്പോഴേ നമ്മളൊക്കെ ഈ രൂപത്തിൽ ജനിച്ചു വന്നതായിട്ടാ. പലരുടെയും ജീവിതത്തിൽ അങ്ങനെയാ. പണമുണ്ടായപ്പോൾ ബന്ധങ്ങൾക്ക് വിലയില്ലാതായി. സ്ഥാനമാനങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ ജീവിതത്തിൽ സാഹോദര്യ ബന്ധങ്ങൾക്കോ മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾക്കോ ഒക്കെ ഇടിവ് സംഭവിച്ചു. ജീവിതത്തിൻ്റെ താഴ്മയിലും ജീവിതത്തിൻ്റെ താണ അനുഭവങ്ങളിലുമൊക്കെ ആയിരുന്നത് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കണം. ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. പണ്ടൊക്കെ ഓർമ്മയുണ്ടോ? പ്രായമായ ആളുകൾക്കൊക്കെ അറിയാം, എന്തിനായിരുന്നു പ്രാർത്ഥനായോഗങ്ങൾ കൂടി വന്നിരുന്നത്? എന്തിനായിരുന്നു സ്ത്രീകളുടെ കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്? വീടിൻ്റെ ഓല നഷ്ടപ്പെടുമ്പോൾ അത് മേയാൻ ആരുണ്ടായിരുന്നു? പ്രാർത്ഥനായോഗ അംഗങ്ങളുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വീട്ടിൽ വിവാഹം നടന്നാൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരായിരുന്നു? പ്രാർത്ഥനായോഗ അംഗങ്ങളായിരുന്നു, ബന്ധുക്കളായിരുന്നു. ഇന്നിതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളും
നഷ്ടപ്പെട്ടു പോയി. പണം കൊണ്ട് സകലതും നേടാമെന്ന് വിചാരിക്കുന്ന വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. താഴ്മയുടെ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയി ക്രൈസ്തവ ജീവിതത്തിൽ. സ്വർഗീയ മഹോന്നതങ്ങൾ വെടിഞ്ഞ് പിതാവിനോടുള്ള സമത്വം വിടാതെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യാവതാരം ചെയ്ത പാപമൊഴികെ സർവത്തിലും പരീക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പിന്നിൽ അണിനിരന്ന് അവനെ വിളിച്ച് അവനോട് യാചിക്കുന്ന ഒരു സമൂഹം അവൻ കാണിച്ച മാതൃകകളെയും അവൻ ചൊരിഞ്ഞു തന്ന കൃപകളെയും ഒന്നൊന്നായി മറന്നുകൊണ്ടിരിക്കുന്നു. കാരണം ജീവിതത്തിൽ ഇന്ന് അർഹിക്കുന്നതിലപ്പുറത്തെ കൃപകൾ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എനിക്ക് അർഹതപ്പെട്ടതൊക്കെയാ ദൈവം തന്നതെന്ന്? അർഹിക്കുന്നതിലപ്പുറമായ നന്മകളെ കൊണ്ട് ദൈവം നിറയ്ക്കുമ്പോ, പ്രിയമുള്ളവരെ ഓർത്തിരിക്കുക, ദൈവസന്നിധിയിൽ താഴാവുന്നിടത്തോളം താണു ജീവിക്കാൻ കഴിയണം. ആ താഴ്മയുടെ അനുഭവങ്ങളെയൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ കഴിയണം. ഇല്ലായ്മയിൽ ജീവിച്ച അനുഭവങ്ങളെയൊക്കെ ഒന്ന് ഓർത്തെടുക്കണം. ഇന്ന് കാണുന്ന നന്മകളൊക്കെ എവിടെ നിന്നുണ്ടായതാ? നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീരിൽ നിന്നുണ്ടായതാ, അവരുടെ താഴ്മയിൽ നിന്നുണ്ടായതാ. ഇന്ന് നമുക്ക് അതൊന്നും സാധിക്കുന്നില്ല. ഇന്ന് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് പണ്ട് മുതലുള്ളൊരു പേരാണ് എന്താ? അച്ചായനും അച്ചായത്തിയും. എങ്ങനെയാ ഈ പേരുണ്ടായത്? അച്ചായനും അച്ചായത്തി എന്നുള്ള പേരുണ്ടായത് എങ്ങനെയാ? നമ്മൾ അച്ചായന്മാരാ. താഴാൻ നമുക്കൊന്നും കഴിയുന്നില്ല, മുകളിലിരിക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ഇറങ്ങി വരണം താഴേക്ക്. കർത്താവ് അതുകൊണ്ടാ പറഞ്ഞത്, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഈ ഉയർച്ചയുടെയും താഴ്ചയുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ രോദായെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. വലിയ മണിമാളികയിൽ വലിയ യജമാനത്തിക്ക് ചേർന്ന് ജീവിക്കുമ്പോ എനിക്കും നിങ്ങൾക്കും രോദ കാണിച്ചു തരുന്നൊരു മാതൃക, ദൈവം തന്നൊരു ജീവിതത്തിന്റെ അനുഭവങ്ങൾ നിഗളിക്കുകയല്ല, മറിച്ച് താഴ്മയോടെ ജീവിക്കുക. രോദായുടെ ജീവിതത്തിൽ കാണിച്ചു തന്ന ഏറ്റവും വലിയ മാതൃക താഴ്മയോടെ ജീവിക്കുക. അതാ ക്രിസ്തു കാണിച്ചു തന്നത്. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഉന്നതനായ ഒരു മനുഷ്യൻ, അവരെ നയിച്ച ലോകത്തിന്റെ വലിയ നായകൻ തങ്ങളുടെ പാദങ്ങളെ കഴുകുവാൻ വന്നു. ഇന്ന് നമുക്ക് കഴിയുമോ? അതുകൊണ്ട് അവൻ പറഞ്ഞത്, ഞാൻ ശുശ്രൂഷിപ്പാൻ വന്നതാണ്, ശുശ്രൂഷിക്കപ്പെടുവാനല്ല. ഇന്ന് നമുക്കൊക്കെ ആഗ്രഹം എന്താ? ശുശ്രൂഷിക്കപ്പെടാനാണ്, അല്ലേ? മറ്റുള്ളവർ നമ്മളെ ശുശ്രൂഷിക്കാനാണ് നമുക്ക് താല്പര്യം. അതാരായിരുന്നാലും, ഏത് ഉന്നത ശ്രേണിയിലുള്ളവനായിരുന്നാലും താണവനായിരുന്നാലും നമ്മുടെയൊക്കെ ആഗ്രഹം മറ്റുള്ളവർ നമ്മളെ ശുശ്രൂഷിക്കണം. മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ നമുക്ക് കഴിയുമോ? ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം അതാണ് പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ. ഒരിക്കൽ മാത്രം നടക്കേണ്ട ഒന്നല്ല ഈ കാൽകഴുകൽ ശുശ്രൂഷ. വർഷത്തിൽ ഒരിക്കൽ അതൊരു മാതൃകയായി ക്രിസ്തു കാണിച്ചു തന്നെങ്കിൽ എല്ലാ ദിവസവും ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒന്നാണ് ഈ കാൽകഴുകൽ. എന്താ? മറ്റുള്ളവന്റെ മുൻപിലൊന്ന് മുട്ടുകുത്താൻ, അവന്റെ മുൻപിലൊന്ന് താഴാൻ, അവന്റെ മുൻപിൽ ഒരു കുറവുള്ളവനായി കാണുവാൻ, അവന്റെ പാദങ്ങളെ കഴുകി ഒന്ന് സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാവണം. അങ്ങനെ ചെയ്യാത്തവനോട് ക്രിസ്തു ഒരിക്കൽ പരിഭവിച്ചു. ആരോടാന്നറിയാമോ? ശീമോനോട്. ശീമോന്റെ വീട്ടിൽ ക്രിസ്തു ചെന്നു. ശീമോന്റെ വീട്ടിൽ ക്രിസ്തു ചെന്നപ്പോ ശീമോൻ കാല് കഴുകാൻ വെള്ളം കൊടുത്തില്ല, കാല് കഴുകിയില്ല. അപ്പൊ കർത്താവ് ശീമോനോട് പറഞ്ഞു, ശീമോനെ, ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ട് നീ എൻ്റെ പാദങ്ങൾ കഴുകിയില്ല, അതിനെ ചുംബിച്ചില്ല.
നീ എൻ്റെ പാദങ്ങൾ കഴുകിയില്ല, ചുംബിച്ചില്ല. ക്രിസ്തു എന്നോടും നിങ്ങളോടും പരിഭവപ്പെടുകയാണ്. പരസ്പരം കാലുകളെ കഴുകണം, പരസ്പരം ഒന്ന് കുറയാൻ കഴിയണം. ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും മക്കളുടെയും സഹോദരങ്ങളുടെയും സ്നേഹിതരുടെയും പാദങ്ങളൊന്ന് കഴുകാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? ഒന്ന് കുറയാൻ കഴിയുമോ? ഒന്ന് താഴാൻ കഴിയുമോ? ഇല്ലായ്മയിൽ നിന്ന് വളർന്ന് വന്ന് അല്പമൊക്കെ ഏതാണ്ട് അനുഭവങ്ങളിലൊക്കെ ആയ നമുക്ക് ഈ പരിഭവത്തോട് ഒന്ന് ചേർന്ന് നിൽക്കാൻ കഴിയുമോ? മദർ തെരേസ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരു വനിത. കൽക്കട്ടയുടെ തെരുവീഥികളിൽ ഇങ്ങനെ പാവപ്പെട്ടവരെ ശുശ്രൂഷിച്ച് കഴിയുമ്പോൾ പത്രക്കാർ ചോദിച്ചു, മാഡം, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഇവരെയൊക്കെ മരിക്കുന്നതിന് മുമ്പൊന്ന് ചിരിക്കാൻ ഞാൻ സഹായിക്കുന്നു. അത്രമാത്രമേ ചെയ്യുന്നുള്ളൂ. മരിക്കുന്നതിന് മുൻപൊന്ന് ചിരിക്കാൻ സഹായിക്കുന്നു. കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരാൾക്കൊരു പുഞ്ചിരി സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാനോ അവരെ നോക്കി അവരുടെ ചിരിയൊന്ന് കാണാനോ ഒരു സാവകാശം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? കഴിയണം. മാതാപിതാക്കൾ നിങ്ങളെ നോക്കി ചിരിച്ചിട്ടുണ്ടോ? സഹോദരങ്ങൾ നിങ്ങളെ നോക്കി ചിരിച്ചിട്ടുണ്ടോ? അവരെ നിങ്ങൾ ചിരിക്കാൻ സഹായിച്ചിട്ടുണ്ടോ? പക്ഷേ ഞാൻ മുഖാന്തരം അനേകം ആളുകൾ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്, അനേകം ആളുകൾ സങ്കടപ്പെട്ടിട്ടുണ്ട്, അനേകം ആളുകൾ വേദനപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലെങ്കിലും എന്നെ കാണുമ്പോൾ ഒരാൾക്കൊന്ന് ചിരിക്കാൻ തോന്നിയിട്ടുണ്ടോ? ആ ചിരിക്ക് കാരണം ഞാനായി മാറിയിട്ടുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയണം പ്രിയമുള്ളവരെ. ഒരിക്കലെങ്കിലും, അനേക പ്രാവശ്യവുമല്ല, ഒരിക്കലെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ടുണ്ടോ? ആ ഒരിക്കലെങ്കിലും കഴിയുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. ഒരു സിനിമയുണ്ട്, അതിൻ്റെ പേര് ബക്കറ്റ് ലിസ്റ്റ് എന്നാണ്. ഒരു ഇംഗ്ലീഷ് സിനിമയാണ്, ബക്കറ്റ് ലിസ്റ്റ് എന്നാണ്. അതിന്റെ കഥ ഇങ്ങനെയാ. രണ്ടുപേർ ഒരാശുപത്രിയിൽ കിടക്കുന്നു. രണ്ട് കട്ടിലുകളിൽ അപ്പുറവും ഇപ്പുറവുമായി കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ ഈ ഒരാൾ ധനികനാണ്, ഒരാൾ ദരിദ്രനാണ്. ധനികനായ മനുഷ്യൻ നോക്കിയപ്പോൾ ഈ ദരിദ്രനായ മനുഷ്യൻ ഒരു പേപ്പറിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നു. എന്നിട്ട് അതെല്ലാം ചുരുട്ടി കൂട്ടി എന്താ ഇയാൾ ഇങ്ങനെ എഴുതിയിടുന്നത്? ഇയാൾ എന്തെങ്കിലുമൊക്കെ എഴുതിയിടുന്നുണ്ടല്ലോ, ഒന്ന് വായിക്കണം. ഈ ധനികനായ മനുഷ്യൻ ചെന്ന് ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ഈ പേപ്പർ എടുത്തു. പേപ്പർ എടുത്തിട്ട് അതിൽ വായിച്ചു. ഒന്നാമത് കിട്ടിയ പേപ്പറിൽ കണ്ടത് മരിക്കുന്നതിന് മുൻപ് സാധിക്കാതെ പോയ ചില ആഗ്രഹങ്ങളെക്കുറിച്ചാണ്. അതിലൊന്നാമത് എഴുതിയിട്ടുണ്ട്, എനിക്ക് ഒരു ബർഗർ കഴിക്കണം, എനിക്കൊരു ബർഗർ കഴിക്കണം. ധനികരായ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി, കണ്ണു നിറഞ്ഞു. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ കരയുന്നത് വലിയ വലിയ കാര്യങ്ങൾക്കൊന്നുമല്ല. മറ്റുള്ളവർ സങ്കടപ്പെടുന്നത് വലിയ കാര്യങ്ങൾക്കല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾക്കാ. ഈ ലോകത്തിലുള്ള അനേകം ആളുകൾ സങ്കടപ്പെടുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കാ. നിങ്ങളുടെ മാതാപിതാക്കൾ സങ്കടപ്പെടുന്നത് നിങ്ങളുടെ ഒരു സാമീപ്യത്തിനാ, നിങ്ങളുടെ പണത്തിനല്ല, നിങ്ങളുടെ ധനത്തിനല്ല, സ്ഥാനവും മാനവും ലഭിക്കാനല്ല, ഇതിനൊന്നുമല്ല. നിങ്ങളുടെ സഹോദരങ്ങൾ, വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരൻ നിങ്ങളെ നോക്കി ഒന്ന് കണ്ണുനീര് പൊഴിക്കുന്നെങ്കിൽ വലിയതൊന്നുമല്ല, ചെറിയൊരു കാര്യത്തിനാ. നിങ്ങളുടെ ഒരു പുഞ്ചിരിക്ക് വേണ്ടിയിട്ടാ, നിങ്ങളുടെ ഒരു വിളിക്ക് വേണ്ടിയിട്ടാ, നിങ്ങളുടെ ഒരു സാമീപ്യത്തിന് വേണ്ടിയിട്ടാ. അത് കൊടുക്കാൻ കഴിയുമോ? ചെറിയ കാര്യങ്ങൾക്ക് സങ്കടപ്പെടുന്ന അനേകം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ സങ്കടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ, വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ. വേണ്ട, നിങ്ങളോട് സങ്കടപ്പെടുന്ന, നിങ്ങളോട് കണ്ണുനീരൊഴുക്കുന്ന
അനേകം ആളുകൾ നിങ്ങളുടെ സങ്കടങ്ങൾ ചെറിയതാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. അത് കൊടുത്താൽ അവർക്ക് തൃപ്തിയാകും, സന്തോഷമാകും. അതൊന്ന് കൊടുക്കാൻ കഴിയുമോ? ദേവാലയങ്ങളൊക്കെ നമ്മൾ വലുതായി പണിയുന്നുണ്ടല്ലോ, ഭവനങ്ങൾ വലുതായി പണിയുന്നുണ്ടല്ലോ, പണത്തിന്റെ അളവ് കൂട്ടി 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 കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഒരു നാണയത്തുട്ടിന് വേണ്ടി കരയുന്ന, ഒരു നേരം ആഹാരത്തിന് കരയുന്ന അനേകം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് ഒന്ന് കൊടുക്കണം, ഒരൽപ്പം സന്തോഷം. പറയിപറ്റ പന്തിരുകുലത്തിന്റെ കഥ നിങ്ങൾക്കറിയാം. അവരിൽ ഏറ്റവും മൂത്ത പുത്രനാണ് അഗ്നിഹോത്രി. അഗ്നിഹോത്രിയെ എടുത്തു വളർത്തിയത് ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉയർന്ന ഒരു ജീവിതാനുഭവത്തിലേക്ക് പോയി. അഗ്നിഹോത്രി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു, ഒരു ബ്രാഹ്മണ സ്ത്രീയെ കല്യാണം കഴിച്ചു, വലിയ അനുഭവത്തിൽ ജീവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇളയ സഹോദരനുണ്ട്, പാക്കനാർ എന്നാണ് പേര്. പാക്കനാര് കീഴ്ജാതിക്കാരനാൽ വളർത്തപ്പെട്ടവനാണ്. വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കഷ്ടതയിലും വളർന്നു വന്ന ഒരാളാണ് പാക്കനാര്. എന്നാൽ പാക്കനാർ ഇടയ്ക്കിടയ്ക്ക് ഈ അഗ്നിഹോത്രിയെ കാണാൻ ആ വീട്ടിൽ വരും. ഒരു ദിവസം പാക്കനാർ അഗ്നിഹോത്രിയുടെ വീട്ടിൽ വന്നപ്പോ ജ്യേഷ്ഠത്തിയോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്. ആ വീട്ടിൽ ആര് വന്നാലും ഭക്ഷണം കൊടുക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെ പാക്കനാർക്ക് അഗ്നിഹോത്രിയുടെ ഭാര്യ ഭക്ഷണം വിളമ്പി. ഒരു പ്ലേറ്റ് ചോറ് കൊടുത്തു, അത് മൊത്തം കഴിച്ചു. വീണ്ടും പറഞ്ഞു വിശക്കുന്നു. വീണ്ടും ചോറ് വിളമ്പിക്കൊടുത്തു. അപ്പോഴും പറഞ്ഞു എനിക്കൊന്നും ആയില്ല, വിശക്കുന്നു. എത്ര ചോദിച്ചാലും കൊടുക്കണം എന്ന കണക്ക് ഭവനത്തിലുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചോറ് കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ എത്ര കൊടുത്തിട്ടും അയാൾ പറഞ്ഞു എനിക്ക് നിറയുന്നില്ല. അവസാനം അവിടെ ശേഷിപ്പുണ്ടായിരുന്ന മുഴുവൻ അരിയും എടുത്ത് ചെമ്പിലിട്ട് അത് ചോറാക്കി പാക്കനാർക്ക് കഴിക്കാൻ കൊടുത്തു. ആ ചെമ്പിലെ ചോറ് മുഴുവൻ കഴിച്ചിട്ട് പാക്കനാർ പറഞ്ഞു ഇല്ല, എനിക്ക് നിറഞ്ഞില്ല, വീണ്ടും വിശക്കുന്നു. ദേഷ്യം വന്നു ജ്യേഷ്ഠത്തിക്ക്. അഗ്നിഹോത്രിയെ വിളിച്ചു വരുത്തി. അഗ്നിഹോത്രിയോട് പറഞ്ഞു, നിങ്ങളുടെ അനുജൻ ദാ ഇങ്ങനെ കാണിക്കുന്നു. പാക്കനാറിന്റെ അടുത്ത് അഗ്നിഹോത്രി എത്തി. നോക്കിയപ്പോ ഈ ചെമ്പിൽ ചോറെല്ലാം തീർന്നിരിക്കുന്നു. സൂക്ഷിച്ചു നോക്കി അഗ്നിഹോത്രി കണ്ടു, ആ ചെമ്പിന്റെ അറ്റത്ത് ഒരു മണിച്ചോറ്, ഒരു വറ്റ് അവിടെ ഇരിക്കുന്നു. അഗ്നിഹോത്രി അത് വടിച്ചെടുത്തു. എന്നിട്ട് പാക്കനാരുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. പാക്കനാർ നിലവിളിച്ചുകൊണ്ട് അഗ്നിഹോത്രിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിറഞ്ഞു, എനിക്ക് നിറഞ്ഞു, ഇത്ര മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ഭൗതിക ജീവിതത്തിൽ അനേകം ഭക്ഷിച്ചാലും എത്രമാത്രം ലഭിച്ചാലും തൃപ്തിയാകാത്തൊരു ജീവിതത്തിന്റെ അനുഭവത്തിലാണ് ഞാനും നിങ്ങളും. പക്ഷേ നീ നിന്റെ സഹോദരന് കൊടുക്കുന്ന ഒരിറ്റു വറ്റുണ്ടല്ലോ, ഒരു നോട്ടമുണ്ടല്ലോ, ഒരു ചിരിയുണ്ടല്ലോ, അത് മതി അനേകരുടെ വിശപ്പ് മാറാൻ, അനേകരുടെ സങ്കടങ്ങൾ മാറാൻ, അനേകരുടെ വേദനകൾ മാറാൻ. നീ സമ്പാദിച്ചതൊന്നും കൊടുക്കണ്ട, നീ അധ്വാനിച്ചതൊന്നും വിട്ടുകൊടുക്കണ്ട, നിന്റെ സ്വന്തമെന്ന് നീ വിചാരിക്കുന്നതൊന്നും കൊടുക്കണ്ട. ഒരു വറ്റ് അതിൻ്റെ അറ്റത്തിരിപ്പുണ്ട്. പക്ഷേ സ്നേഹപൂർവ്വം നീ അതെടുത്ത് കൊടുക്കുമ്പോ നിന്റെ സാമീപ്യം, നിന്റെ അനുഗ്രഹം അതായിരിക്കും ഏറ്റവും വലുത്. രോദായുടെ ജീവിതത്തിലൂടെ എനിക്കും നിങ്ങൾക്കും കാണിച്ചു തന്ന ഏറ്റവും വലിയ മാതൃക, താഴ്മയോടെ എത്ര ഉന്നതിയിലെത്തിപ്പെട്ടാലും താഴ്മയോടെ ജീവിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ജീവിത അനുഭവമുണ്ട്. ഇത് തന്നെയാണ് യോസേഫ് നമുക്ക് കാണിച്ചു തന്നത്. സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ടു, തള്ളപ്പെട്ടു, പൊട്ടക്കിണറ്റിലിടപ്പെട്ടു, രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി, ഉയർത്തപ്പെട്ടവനായി. പക്ഷേ തൻ്റെ സഹോദരങ്ങളുടെ കണ്ണുനീർ ഒരിക്കൽ പോലും വീഴാൻ അവൻ അനുവദിച്ചില്ല. തന്നെ ഇത്രയേറെ വെറുത്തിട്ടും, തന്നെ ഇത്രയേറെ തള്ളിക്കളഞ്ഞിട്ടും, തന്നെ ഇത്രയേറെ ജീവിതത്തിൽ അപമാനിച്ചിട്ടും ഒരിറ്റ് കണ്ണുനീർ തൻ്റെ സഹോദരൻ കണ്ണിൽ നിന്ന് വീഴരുത് എന്ന് ആഗ്രഹിച്ച് സ്നേഹിച്ച ഒരാളായിരുന്നു യോസേഫ്. പ്രിയമുള്ളവരെ, നാം ഈ ദേവാലയത്തിൻ്റെ മറവിൽ വന്നിരിക്കുമ്പോൾ ഈ വലിയ സാക്ഷ്യം ജീവിതത്തിൽ പകർന്നു കൊടുക്കാൻ കഴിയണം.
എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന ജീവിത അനുഭവം താഴ്മയുടെ സന്ദേശമാണ്. ഒന്ന് താണിരിക്കാൻ കഴിയുന്ന സന്ദേശമാണ്. പാദങ്ങൾ കഴുകുവാനുള്ള സന്ദേശമാണ്. മറ്റുള്ളവർക്ക് ഒരു പുഞ്ചിരി പകർന്നു കൊടുക്കുവാൻ നൽകുന്ന അനുഭവം. ദൈവം ഒരുക്കി തന്ന അനേക നന്മകൾക്ക് അവൻ്റെ മുൻപിൽ നന്ദിയുള്ളവരായിരിക്കുമ്പോഴും അതിൻ്റെ പങ്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയണമെന്നർത്ഥം. എനിക്ക് തന്നതൊന്നും എനിക്ക് മാത്രമായി തന്നതല്ല എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ഇതൊന്നും എൻ്റേതല്ല, മറിച്ച് നീ നൽകിയ വലിയ അനുഭവമാണ്. ആ വലിയ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ രോധ നൽകുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ സന്ദേശം അതാണ്: താഴ്മയിലിരിക്കാൻ പഠിക്കണം. ഏത് ഉന്നതത്തിലായിരുന്നാലും ഏത് ഉന്നതിയിലായിരുന്നാലും സാഹോദര്യം മറന്നു പോകരുത്. മാതാപിതാക്കളോടുള്ള ബന്ധം മറന്നു പോകരുത്. ഇന്ന് വൃദ്ധസദനങ്ങളിൽ മാതാപിതാക്കളെ കൊണ്ടുചെന്നാക്കി സന്തോഷിക്കുന്ന അനേക മക്കളുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും വായിച്ചു നോക്കണം. മാതാപിതാക്കളോടുള്ള ബന്ധം ഒരു ഭവനത്തിൽ എങ്ങനെയായിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ മാതൃകയുണ്ട്. ഇന്ന് പത്രത്തിൽ ഏറ്റവും അധികം വരുന്ന വാർത്ത ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ അതിന് സംശയമൊന്നുമില്ല, അല്ലേ? പണ്ട് പുരുഷന്മാരെ കുറിച്ചായിരുന്നു ലോകം എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പുരുഷന്മാരുടെ പ്രവൃത്തികളും പുരുഷന്മാർ ചെയ്യുന്ന കുഴപ്പങ്ങളെ സംബന്ധിച്ച് ലോകം എന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നോ പത്രമെടുത്ത് നോക്കിയാൽ സ്ത്രീകളെ കുറിച്ചാണ്. ഇന്ന് ചില പേരുകളുള്ളവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പോലും വയ്യ. പേര് മാറ്റേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഓരോ പേരുകൾ ഇങ്ങനെ വലിയ പേരുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഒരു ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ബോധ്യപ്പെടണം. അത് മക്കളെ പഠിപ്പിക്കണം. സമ്പത്തുള്ള വീട്ടിൽ നിന്നാണ് വരുന്നത് ഈ പെൺകുട്ടി. ഇന്ന് ജോളി എന്ന പേര് കേട്ടാൽ, കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു ചെറിയ സന്ദേശം, തമാശയായിട്ടാണെങ്കിലും അതിൻ്റെ അത് എഴുതിയിട്ടുണ്ട്. സ്ത്രീകളോടുള്ള പെരുമാറ്റവും സ്ത്രീകളുടെ പെരുമാറ്റത്തെ സംബന്ധിച്ചൊക്കെ എഴുതിയിട്ട് അവസാനം എഴുതിയിട്ടുണ്ട്: വീട്ടിൽ ജീവിക്കുന്നവർ ശ്രദ്ധിക്കുക, ലൈഫ് ജോളിയാകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് ഇരിക്കാം. ഇല്ലെങ്കിൽ വൈഫ് ജോളിയാകും. ലൈഫ് ജോളിയായിട്ട് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ വൈഫ് ആരാകും? ജോളിയാകും എന്ന് കണ്ടു. ഓരോ പേരുകൾ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രത്തെ സംബന്ധിച്ച് നമുക്കറിയാൻ പാടില്ല. എങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില അനുഭവങ്ങൾ. ഒരു വീട്ടിലേക്ക് കയറി വന്നു, നമ്മളത് ഓർത്ത് നോക്കണം. ഇപ്പൊ ഏതാണ്ട് 47 വയസ്സുള്ള പെൺകുട്ടിയാ. 16-17 വർഷം മുമ്പ് എത്ര വയസ്സുണ്ട്? ആദ്യം അമ്മായിയമ്മയെ തട്ടി, പിന്നെ അമ്മായിയപ്പനെ തട്ടി, പിന്നെ കണ്ടു നിന്നവരെയൊക്കെ തട്ടി, സാക്ഷികളായവരെ തട്ടി. ഇതുപോലെയുള്ള ഒരുപാട് സ്വഭാവങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഒടുങ്ങിക്കിടപ്പുണ്ട്. 16 വർഷം ഒരു ഭവനത്തിൽ അവരെ കബളിപ്പിച്ച് ജീവിക്കാനും ഒരു സമൂഹത്തെ മുഴുവൻ കബളിപ്പിച്ച് ജീവിക്കാനും സാധിച്ചു എന്ന് നമ്മൾ ഓർക്കണം. അപ്പോഴാണ് നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന അനേകം ആളുകളിലേക്ക് സംശയത്തിൻ്റെ മുല നീളുന്നത്. സംശയത്തിൻ്റെ മുന നീളുന്നത് ഇത്തരം സന്ദർഭങ്ങളില്ല. 16-17 വർഷം ഈ ലോകത്തിൽ തന്നെ. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞത്, കുറെ കാലം കുറെ പേരെ കബളിപ്പിച്ച് ജീവിക്കാം, എല്ലാ കാലത്തും എല്ലാവരെയും കളിപ്പിച്ച് ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ വിവാഹം ചെയ്ത് വിടുമ്പോൾ ചെവിയിൽ പറഞ്ഞു വിടേണ്ടത്, നിനക്കെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നീ ഇട്ടിട്ടേക്ക് പോരാനല്ല, ഒരു ഭവനത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് മക്കളെ നന്നായി പഠിപ്പിച്ചു വിടാൻ കഴിയണം. ഇന്ന് പണത്തിന്റെ ആധിക്യം മൂലം മാതാപിതാക്കൾ മക്കളോട് പറയുന്നത് എന്താണെന്നറിയാമോ? നിനക്കെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അടുത്ത വണ്ടി കയറി ഇങ്ങ് പോരെ. മക്കളല്ല ഉത്തരവാദികൾ, മാതാപിതാക്കളാണ്. മക്കളുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കേണ്ട നന്മകൾ ഇന്ന് മാതാപിതാക്കൾ താഴ്മയുടേത്,
അടങ്ങി ജീവിക്കേണ്ടതിൻ്റെത്, കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടതിൻ്റെ മാതൃക ഇന്ന് പറഞ്ഞു കൊടുക്കാൻ ആർക്കും കഴിയുന്നില്ല. അല്പം വിദ്യാഭ്യാസമുണ്ടെങ്കിൽ നമ്മളൊക്കെ പറയും കയ്യേൽ കരി പെറളരുത്, കഷ്ടപ്പെടരുത്, ആർക്കും ഒരു വക ഉണ്ടാക്കി കൊടുക്കരുത്, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ടിങ്ങി തിരിച്ച് പോരണം. എന്നിട്ട് കൊടുക്കുന്നതിന് കഥയും. ഇതിന്റെ ഉത്തരവാദികൾ മാതാപിതാക്കളാണ്. പൈതൽ പ്രായം മുതൽ ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കേണ്ട ദൈവിക നന്മകളെ പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ വന്നിട്ട് അവസാനം നെഞ്ചത്തടിച്ച് വിലപിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളൊക്കെ പറയുന്നത് അങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നത്. അപ്പോഴാ സൺഡേ സ്കൂളിൽ വിടാൻ പറഞ്ഞ സൺഡേ സ്കൂളിൽ വിടാൻ വയ്യ, പ്രസ്ഥാനങ്ങളിൽ വിടാൻ പറഞ്ഞാൽ അവിടെ നല്ലത് പഠിപ്പിക്കാൻ പറഞ്ഞാൽ വിടാൻ വയ്യ, ട്യൂഷൻ ക്ലാസ്സും എക്സ്ട്രാ ക്ലാസ്സും കൊടുത്ത് കുഞ്ഞുങ്ങളുടെ തലയെ ഭൗതികതയിലേക്ക് കൂപ്പുകുത്തി വീഴാൻ ഞാനും നിങ്ങളും അനുവദിക്കുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ മക്കളല്ല, മാതാപിതാക്കളാണ്. നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയണം. ദൈവമില്ലാതെ സകലതും പടച്ചു വളർത്താമെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കെട്ടിപ്പൊക്കിയതെല്ലാം ഒരു നിമിഷം തകർന്നു വീഴും, ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. എത്ര വലുത് കെട്ടിപ്പൊക്കിയാലും ഓർക്കുക, മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോ കണ്ണുനീരോടെ വളർത്താൻ കഴിയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ണുനീർ പൊഴിക്കുന്നില്ലെങ്കിൽ പിന്നീട് അവരെ ഓർത്ത് കണ്ണുനീർ പൊഴിക്കേണ്ടതായിട്ട് വരും. ഒരു കൂടത്തായി കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ പ്രശ്നങ്ങളൊന്നും. ഇന്നലെ കണ്ടല്ലോ, ഒരു അവിവാഹിതയായ പെൺകുട്ടി കുളിമുറിയിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ കൊന്ന സ്കൂൾ ബാഗിൽ കുത്തിക്കയറ്റി വെച്ചു എന്ന്. എവിടെ പോയി നമ്മുടെ ഈ ലോകത്തിന്റെ നന്മകളും അനുഭവങ്ങളും? ഒരു ഭവനത്തിലുള്ളവർ അറിയാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുന്ന ജീവിതമുണ്ടെങ്കിൽ ഭവനക്കാരുടെ ശ്രദ്ധ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് എത്രമാത്രമുണ്ട്? എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്ന് ശ്രദ്ധിക്കാതെ വളർത്തുന്ന പണം ഇഷ്ടം പോലെയുണ്ട്. പണം കൊണ്ട് സകലതും നേടാമെന്ന് വിചാരിക്കുന്നെങ്കിൽ മാതാപിതാക്കളായിട്ടുള്ളവർ ഓർക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ നാശത്തിലേക്കാ പോകുന്നത്. ഇന്നലെ കണ്ടു, ഒരു പമ്പുടമയെ വെട്ടിക്കൊന്ന് റോഡരികിലിട്ടത് ഒരു 3 ചെറുപ്പക്കാരാ. 3 ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളാ. മയക്കുമരുന്നിന് പിടിക്കപ്പെടുന്നത് മുഴുവൻ നമ്മുടെ കുഞ്ഞുങ്ങളാ. വിദ്യാഭ്യാസമില്ലാത്തവരല്ല, വലിയ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളാ. എഞ്ചിനീയറിങ്ങിനും MBBS ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാ. അതുകൊണ്ട് പലപ്പോഴും തോന്നും ഈ കുഞ്ഞുങ്ങളൊന്നും അധികം പഠിക്കണ്ട. നമ്മളൊക്കെ അഭിമാനിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, വലിയ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, ഉയർച്ചയെ സംബന്ധിച്ച്. അവരാരിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടുമെന്ന് നിങ്ങളാരും വിചാരിക്കണ്ട. അതിനാര് വേണമെന്നറിയാമോ? വീട്ടിൽ ഒരു മണ്ടനെങ്കിലും വേണം. ഒരു മണ്ടനെങ്കിലും വീട്ടിൽ വേണം. ഇന്നിപ്പോ ഒരുപാടൊന്നുമില്ല, ഉള്ളവരെ മണ്ടന്മാരായിട്ട് വളർത്തണം. നിങ്ങൾക്ക് അരികിൽ മക്കളെ വേണമെങ്കിൽ, നിങ്ങളുടെ മക്കൾ നിങ്ങളോടൊപ്പം ഉണ്ടാകണമെങ്കിൽ അല്പം പൊട്ടന്മാരൊക്കെ വേണം. എല്ലാവരും മിടുക്കന്മാരായ ഒരു തുള്ളി വെള്ളം കിട്ടാതെ വൃദ്ധസദനത്തിൽ കിടന്ന് മരിക്കാനുള്ള ഗതികേടേ ഉണ്ടാകത്തുള്ളൂ. അറിയാമോ, മക്കളെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ ചെന്നു. ഒരു രോഗിയെ കാണാൻ ചെന്ന, ഒരു അപ്പച്ചനെ കാണാൻ ചെന്നതാ. അപ്പച്ചനും അമ്മച്ചിയും അപ്പുറവും ഇപ്പുറവും ഉണ്ട്. ആ വീട്ടിൽ ചെന്ന് അപ്പച്ചനോട് ചോദിച്ചു, മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ, വിളിക്കുന്നോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അച്ഛാ മൂത്തവൻ അവിടുന്ന് വിളിക്കും, ഇളയവൻ ഇവിടുന്ന് വിളിക്കും, അവിടുന്ന് വിളിക്കും, എല്ലാം വിളിക്കും. ഇതെല്ലാം സന്തോഷത്തോടെ പറഞ്ഞു. വീട്ടിലൊരുത്തനുണ്ട്, വീട്ടിലൊരുത്തൻ നിപ്പുണ്ട്. ആ വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ നോക്കി അപ്പനെ അമ്മയൊക്കെ ശുശ്രൂഷിച്ച് വീട്ടിൽ കഴിയുക. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവനെങ്ങനെയുണ്ട്, രാജു എങ്ങനെയുണ്ട്, വീട്ടിലുണ്ട്, അപ്പച്ചനെ നോക്കുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു, അവനെ എന്തിനു കൊള്ളാം അച്ഛാ, അവനെ എന്തിനു കൊള്ളാം,
ഞാൻ ചോദിച്ചു, വെള്ളം തരുന്നത് ആരാ? അതവനിവിടെ ഉള്ളത് കൊണ്ട് തരുന്നു. ഞാൻ പറഞ്ഞു, അസുഖം വരുമ്പോൾ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്നത് ആരാ? ഈ മണ്ടനാ, ഈ ഒന്നുമില്ലാത്തവനാ. വിലയില്ല പലപ്പോഴും മാതാപിതാക്കൾക്ക് മക്കളുടെ ഡോളറിനും മക്കളുടെ പൗണ്ടിനും മക്കളുടെ റിയാലിനും ഒക്കെ വില കൽപ്പിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഓർക്കണം, മക്കൾ അരികെ നിന്ന് ശുശ്രൂഷിക്കാൻ കഴിയുന്ന ഒരു സംസ്കാരത്തിലേക്ക് തിരികെ വരണം. നമുക്ക് ആ സംസ്കാരം നഷ്ടപ്പെട്ടതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കൈപിടിച്ച് മാതാപിതാക്കളോടൊപ്പം സ്നേഹം പങ്കിടാൻ കഴിയുന്ന മക്കൾ ഉണ്ടാവണം, അല്ലെങ്കിൽ കൂടത്തായികൾ പലയിടത്തും ഉണ്ടാകുമെന്ന് ഓർക്കണം. ആരുടെയും കുഴപ്പമല്ല. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരാൻ കഴിയണം. പണത്തിനു വേണ്ടി മാത്രം മക്കളെ വളർത്തിയെടുക്കുന്ന, ധനസമ്പാദനത്തിന് വേണ്ടി മാത്രം മക്കളെ ഊട്ടിയുറപ്പിക്കുന്ന മാതാപിതാക്കളല്ല നമുക്ക് ആവശ്യം. അവരുടെ നന്മയിൽ സന്തോഷിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവണം. അവരുടെ വളർച്ചയിൽ കൂടെയിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവണം. ആ നന്മയാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം എന്ന് തിരിച്ചറിയണം. രോദായുടെ ജീവിതം പോലെ എത്രമാത്രം ഉയർന്ന അനുഭവത്തിലായിരുന്നാലും താഴ്മയിൽ തന്നെ നിലനിൽക്കുവാൻ കഴിയുന്ന ഒരു ജീവിത അനുഭവം ഇല്ലെങ്കിൽ നമുക്ക് ജീവിതങ്ങൾ നഷ്ടമാകും. രണ്ടാമത്തെ അനുഭവം, രോദായുടെ ജീവിതത്തിലെ രണ്ടാമത്തെ അനുഭവം, അതൊരൽപ്പം പ്രയാസമുണ്ടാക്കുന്ന അനുഭവമാണ് രോദായുടെ ജീവിതത്തിൽ ഉണ്ടായത്. പടിപ്പുരവാതിക്കൽ മുട്ടുകേട്ടു. രോദ എന്ന ബാല്യക്കാരി ഓടിച്ചെന്നു. ചെന്നിട്ട് പടിപ്പുരവാതിലിന്റെ അരികിലൂടെ വെളിയിലേക്ക് നോക്കി. ആരെ കണ്ടു? പത്രോസിനെ കണ്ടു. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അവിടെ എഴുതിയിരിക്കുന്നത് വ്യക്തമായി വായിക്കണം. കതക് തുറന്നില്ല. പത്രോസാണെന്ന് അറിഞ്ഞിട്ടും അവൾ കതക് തുറന്നില്ല. അവൾ എന്ത് ചെയ്തു? സന്തോഷത്തോടെ ഓടി തിരിച്ചവരുടെ അടുക്കിലേക്ക് പോയി. പ്രിയമുള്ളവരെ, സന്തോഷത്തിൽ മതിമറന്ന് ഉത്തരവാദിത്വം മറന്നുപോയി രോദ. സന്തോഷം കൊണ്ട് മതിമറന്നു, തൻ്റെ ഉത്തരവാദിത്വം മറന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരനുഭവമായത്. നമ്മൾ ജീവിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാ. എല്ലാവർക്കും സന്തോഷം വേണം, എപ്പോഴും സന്തോഷം വേണം. പൗലോസ് ശ്ലീഹ തന്നെ പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷിപ്പീൻ. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷം ആവശ്യമാണ്. സന്തോഷിക്കണം, ഞാനും നിങ്ങളും. ദൈവത്തിൽ ആനന്ദിക്കണം, സന്തോഷം കണ്ടെത്തണം. പക്ഷേ ഈ സന്തോഷത്തിൽ ഒരിക്കലും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ മറന്നു പോകരുത്. കതക് തുറക്കേണ്ടടുത്ത് കതക് തുറക്കണം. അകത്ത് കയറ്റേണ്ടടുത്ത് അകത്ത് കയറ്റണം. വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ഉണ്ടാകുന്ന വെളിപാട് 3:20 കർത്താവ് പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും ഞാൻ അവനോടും അത്താഴം കഴിക്കും. പക്ഷെ അതിന് മുട്ടുന്ന വാതിലിൽ എന്ത് ചെയ്യണം? തുറക്കണം. നമ്മൾ എന്ത് ചെയ്യുക? വാതിൽ മുട്ടുമ്പോഴേ നമുക്ക് സന്തോഷമായി, നമ്മൾ പിന്നെ കതക് തുറന്നില്ല, തിരികെ ഓടിപ്പോവുകയാ. പാടില്ല. ഉത്തരവാദിത്വങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ സന്തോഷ അനുഭവങ്ങളിൽ നമ്മുടെ കൂടെ ക്രിസ്തു ഉണ്ടോ? നമ്മുടെ സന്തോഷ അനുഭവങ്ങളിൽ നമ്മുടെ കൂടെ ക്രിസ്തു ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ, ഭവനങ്ങളിൽ ഒരുപാട് സന്തോഷാനുഭവങ്ങളുണ്ടല്ലോ. ഈ സമയത്തൊക്കെ ക്രിസ്തു ഉണ്ടോ? നമുക്ക് ജന്മദിന ആഘോഷങ്ങളുണ്ട്, വിവാഹങ്ങളുണ്ട്, അനേക കൂദാശാനുഭവങ്ങൾ ഭവനങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടോ? ഇന്ന് വിവാഹത്തിൻ്റെ തലേ ദിവസം അനേക ഭവനങ്ങളിലുള്ളൊരു പരിപാടിയാണ് അത്താഴ സദ്യ. അത്താഴ സദ്യ നല്ലത് തന്നെ. നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും ഒക്കെ വിളിച്ച് ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി ഒന്ന് സന്തോഷിക്കുന്നത് നല്ലതാ. പക്ഷേ ആ സന്തോഷം ഇന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ?
ഇന്ന് നമ്മുടെ ഭവനങ്ങൾ, ക്രൈസ്തവ ഭവനങ്ങൾ, വിവാഹത്തിന്റെ അന്നും തലേന്നും അടുത്ത ദിവസങ്ങളിലുമായി ബാറുകളായി മാറുന്നുണ്ടോ? കുറെ നാളുകൾക്ക് മുൻപ് ഞാനൊരു ഭവനത്തിൽ എന്നെ വിവാഹത്തിന് ക്ഷണിച്ചു. പക്ഷെ എൻ്റെ പള്ളിയിൽ വിവാഹമുള്ളത് കൊണ്ട്, ആ വിവാഹത്തിന് പോകാൻ സാധിക്കാത്തത് കൊണ്ട് തലേ ദിവസം വൈകിട്ട് അത്താഴ സദ്യക്ക് ഒന്ന് ചെന്ന് പ്രാർത്ഥിച്ചു പോരാം എന്ന് വിചാരിച്ച് അവിടെ ചെന്നു. ആ വീട്ടിൽ ചെന്നു. ഞാൻ കുറേ നേരം ഇരുന്നു. അപ്പോൾ ഞാൻ ആ ലിവിങ് റൂമിൽ ഇരിക്കുമ്പോൾ എനിക്ക് കാണാം മുകളിലത്തെ നിലയിൽ നിന്ന് ഇങ്ങനെ ആളുകൾ ഇറങ്ങി പോവുകയും കയറി പോവുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു മുകളിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ ആളുകളൊക്കെ ഇരിക്കുകയായിരിക്കും. പക്ഷെ കയറി പോകുന്നത് നല്ല ഉഷിരായിട്ടാ. ഇറങ്ങി വരുന്നതോ ഈ ഭിത്തി പോരാ, പിടിയും പോരാ, സ്റ്റെപ്പൊന്നും പോരാ. ഇറങ്ങി വരുന്നതിൻ്റെ രൂപം നേരെ തിരിച്ചിറങ്ങി വരുമ്പോൾ രൂപം മാറി. ഇപ്പം ഞാൻ കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ ആ വീട്ടിലെ ഗ്രഹനായകനോട് പറഞ്ഞു, എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട്, അതുകൊണ്ട് മണവാളനെ ഒന്ന് വിളിച്ചാൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ടങ്ങ് പോകാം. ഇപ്പം പറഞ്ഞു, അച്ഛാ മണവാളനെ വിളിക്കാം. ഞാൻ വീണ്ടും 10 മിനിറ്റൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് പോകണം അച്ഛാ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. വിളിക്കാം. ഗത്യന്തരമില്ലാതെ ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇയാൾ മോളിൽ പോയി മോനെ എടുത്തുകൊണ്ട് വന്നു. ആ വാക്കാ ഉപയോഗിക്കേണ്ടത്, എടുത്തുകൊണ്ട് വന്നു. പിറ്റേ ദിവസം കല്യാണം കഴിക്കേണ്ട മകനാ. ആരുടെ കുഴപ്പമാ? പ്രിയമുള്ളവരെ, ഉത്തരവാദിത്വങ്ങൾ മറന്ന് ജീവിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, ഇന്ന് വിവാഹ ദിവസം തന്നെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് 2 പേരും കയ്യിൽ വെച്ചിട്ടാ വിവാഹത്തിന് സമ്മതിക്കുന്നത്. പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പട്ടം പോലെ, അതിന്റെ നൂല് പോലെ പൊട്ടിപ്പോകുന്നതിന്റെ കാരണങ്ങൾ ഉത്തരവാദിത്വങ്ങൾ സന്തോഷങ്ങളിൽ മറന്നു പോകുന്നത് കൊണ്ടാ. അങ്ങനെ മറക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. വ്യക്തി ജീവിതങ്ങളിൽ എനിക്കും നിങ്ങൾക്കും സംഭവിക്കുന്നത് അങ്ങനെയല്ലേ? വിവാഹത്തിന്റെ ദിവസം പള്ളികളിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഏത് രീതിയിലാ പള്ളിയിലേക്ക് വരുന്നത്? ഇപ്പൊ പിന്നെ സഭ അതിനൊക്കെ ചില നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുള്ളത് കൊണ്ട് ഇടുന്ന തുണിക്കൊക്കെ അല്പം മാന്യതയൊക്കെ ഉണ്ട്, പറയാതിരിക്കാൻ നിർവാഹമില്ല. നിയന്ത്രണങ്ങൾ ആക്കി വെക്കേണ്ടി വരുന്നു നിർബന്ധപൂർവം. പക്ഷെ അതുകൊണ്ടൊരു പ്രശ്നം എന്താണെന്നറിയാമോ? ഒരു വലിയ ആഡംബര വിവാഹത്തിന് ഞാൻ കുറെ നാൾ മുമ്പ് സംബന്ധിക്കുമ്പോൾ പെങ്കൊച്ചു സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ കൂടെ തോഴിമാരായ ഒരു 4-5 പേരുണ്ട്, അതിനൊന്നും ഒരൊറ്റ തുണിയില്ല. അതങ്ങോട്ടങ്ങ് പകർന്നു. അപ്പൊ എന്തോ നിർബന്ധം പോലെയാ. ക്രൈസ്തവ ജീവിതത്തിന്റെ, കൗദാശിക ജീവിതത്തിന്റെ അനുഭവങ്ങൾ എന്തെന്നും ഏതെന്നും തിരിച്ചറിയാത്ത ആളുകളായിരുന്നു ഞാൻ. എന്താ കുഴപ്പം? പണത്തിന്റെ അഹങ്കാരവും കൊഴുപ്പുമാ. ഇതൊന്നും ശാശ്വതമായി നിലനിൽക്കുന്നതല്ല എന്ന് തിരിച്ചറിയണം. ഫോട്ടോ എടുക്കാൻ വരുന്നത് എത്ര പേരാ? 50 പേരാ ഫോട്ടോ എടുക്കാൻ വരുന്നത്. ചെണ്ടക്കാർ വരുന്നത് പോലെ ഇങ്ങ് വരിക. പണം മുടക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. പക്ഷേ പാവപ്പെട്ടവന് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കത്തില്ല. വ്യക്തിജീവിതങ്ങളിൽ പല സന്ദർഭങ്ങളിലും നഷ്ടപ്പെട്ടു പോകുന്ന സന്തോഷങ്ങളാണ് ഇതൊക്കെ. ആത്മീക സന്തോഷം നിലനിൽക്കേണ്ട ഇടത്ത് ഭൗതിക സന്തോഷത്തിന് വഴിമാറുന്ന അനുഭവങ്ങൾ പാടില്ല. ഇത് ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് എന്നെയും നിങ്ങളെയും ഒന്ന് ചേർത്തെടുപ്പിക്കാൻ കഴിയുന്ന അനുഭവങ്ങളാകണം ഈ കൂദാശകൾ.
കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലം കുഞ്ഞുങ്ങളെ പറഞ്ഞു വളർത്തണം. ആഡംബരങ്ങൾ കുറയ്ക്കണം. വിവാഹ കൂദാശകളിൽ അത് ചെയ്യാൻ കഴിയുമോ? അതിന്റെ പണമെടുത്ത് ഇല്ലാത്തവന് കൊടുക്കാൻ കഴിയണം. അത് സംഭവിക്കുന്നുണ്ടോ ഇന്ന്? ഇല്ല. എന്നിട്ട് നാം സുവിശേഷം അറിയിക്കുകയാണ്. വ്യക്തികളിൽ മാത്രമല്ല, ഇന്ന് സഭയ്ക്കും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഉത്തരവാദിത്വങ്ങൾ. എന്നെ പോലെയുള്ള വൈദികരും മേൽപ്പട്ടക്കാരും സഭയിലെ മുഴുവൻ ജനങ്ങളും കാത്തിരുന്ന് പ്രാർത്ഥനയോടെ കണ്ടെത്തേണ്ട ചില തിരുത്തലുകളും മാറ്റങ്ങളും സഭയ്ക്കുള്ളിലും ഉണ്ടാകണം. അതൊരു സഭയിലല്ല, ഇന്ന് ക്രൈസ്തവ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഒരു തിരുത്തലുണ്ടാകാത്തത് ക്രൈസ്തവമല്ല എന്ന ബോധ്യം നമുക്കുണ്ടാവണം. തിരുത്തലുകൾ ജീവിതത്തിൽ ഉണ്ടാവണം. ഇന്ന് അനേക പള്ളികൾ നമുക്ക് കിട്ടുന്നുണ്ട്. സഭയ്ക്ക് കേസ് വിജയിച്ചു, പള്ളികൾ കിട്ടുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിച്ച് നമ്മുടെ കയ്യിലുള്ളതെല്ലാം തിരിച്ചു കിട്ടുന്നുണ്ട്. പക്ഷേ നിലവിൽ കയ്യിലുള്ള പള്ളികളിലുള്ള എല്ലാവരും ഉണ്ടോ എന്നൊന്ന് തിരിഞ്ഞു നോക്കണം. നിലവിലുള്ള പള്ളികളിൽ ആ പള്ളികളെല്ലാം പിടിച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോ ഈ പള്ളിയിൽ എല്ലാവരും ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചു നോക്കണം. എന്താ? ആത്മീക ജീവിതത്തിന്റെ ഉത്ഥാനത്തിനു വേണ്ടി ഇന്ന് സഭ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒന്ന് വിമർശന ബുദ്ധിയോടെ കാണണം. ഭൗതിക നേട്ടങ്ങൾ എല്ലാ പള്ളികൾക്കുമുണ്ട്, പണമുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഒരു വിമർശന ബുദ്ധിയോടെ തിരിച്ചു നോക്കണം. ക്രിസ്തു വസിക്കുന്ന ദേവാലയങ്ങൾ ഇന്നുണ്ടോ? കോടികൾ മുടക്കി ദേവാലയങ്ങൾ പണിയുമ്പോഴും അതിനെ ഉള്ളിൽ ആഡംബരം നിറച്ചു വെക്കുമ്പോഴും ക്രിസ്തുവിന് വസിക്കാനുള്ള ഇടമുണ്ടോ? ഇന്നത്തെ വലിയ ചോദ്യമാണ്. എത്ര ദേവാലയങ്ങളിൽ ക്രിസ്തു വസിക്കുന്നു എന്നുള്ളത്. ഈ ആലയങ്ങളിൽ എന്നെയും നിങ്ങളെയും ഒന്ന് ചേർത്ത് വെക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തു വസിക്കുന്ന ഇടങ്ങൾ തന്നെ ഉണ്ടാവണം. അവിടെ അന്വേഷിച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തണം. വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ഒരു ദർശനം കാണുന്നുണ്ട്. 21 അധ്യായത്തിന്റെ 22 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവിടെ മന്ദിരം കണ്ടില്ല. ഞാൻ നോക്കി, പക്ഷെ അവിടെ മന്ദിരം കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടുമാകുന്നു അതിന്റെ മന്ദിരം. എന്താ മന്ദിരം? എന്താ ദേവാലയം? സർവശക്തനായ ദൈവമായ കർത്താവും കുഞ്ഞാടും വസിക്കുന്ന ഇടമാണ് ദൈവത്തിന്റെ മന്ദിരം. കെട്ടിപ്പൊക്കി പണിയുന്നതൊന്നുമല്ല, കല്ലുകൾ ചേർത്തുണ്ടാക്കുന്നതല്ല ദേവാലയം, കരങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ് ദേവാലയം. കല്ലുകൾ ചേർത്തുണ്ടാക്കുന്നതല്ല ദേവാലയം, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ, ക്ഷമയുടെ കൈകൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് ദേവാലയം ഉണ്ടാകുന്നത്. ഈ ഇരിക്കുന്ന നിങ്ങൾ തമ്മിൽ ഒരു സമാധാനം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ദേവാലയമല്ല. പരസ്പരം മല്ലടിക്കുന്നിടവും പരസ്പരം പോരടിക്കുന്നിടവുമല്ല ദേവാലയം. സന്തോഷങ്ങൾ കൊണ്ട് നിറച്ച് ഉത്തരവാദിത്വങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. വലിയ ദേവാലയങ്ങളൊന്നും യേശുവിന് ഇഷ്ടമായിരുന്നില്ല എന്ന് നാം കാണുന്നുണ്ട്. 3 തവണ മാത്രമേ യെരൂശലേം ദേവാലയത്തിൽ യേശുവിനെ കാണുന്നുള്ളൂ. 3 തവണ. 1 പരിച്ഛേദന ഏൽക്കാൻ വരുമ്പോൾ, 2 തർക്കത്തിൽ ഏർപ്പെടുന്നതായി നാം കാണുന്നുണ്ട് യേശു തമ്പുരാൻ ശാസ്ത്രിമാരുമായി പരീശന്മാരുമായി. 3 ചാട്ടവാറെടുത്ത് ഇതെന്റെ പ്രാർത്ഥനാലയമാണെന്ന് പറഞ്ഞ് കച്ചവടക്കാരെ ഓടിക്കുമ്പോൾ. ഈ 3 അവസരങ്ങളും തിരുത്തൽ ശക്തിയായി മാറുന്ന ഒരു ക്രിസ്തുവിനെയാണ് നാം എല്ലായിടത്തും കാണുന്നത്. ഈ 3 അവസരങ്ങൾ. എന്നാൽ സിനഗോഗുകളിൽ എന്നും യേശു പോയിരുന്നു. ചെറിയ ദേവാലയങ്ങളിൽ അവൻ എന്നും പോയിട്ടുണ്ട്. വലിയ വലിയ ദേവാലയങ്ങളിൽ ക്രിസ്തുവിനെ അന്വേഷിക്കാൻ പോകുമ്പോൾ ചോർന്നൊലിക്കുന്ന ഭവനങ്ങളിൽ താമസിക്കുന്നവനെ ഒന്ന് കണ്ടെത്താൻ ക്രിസ്തു അവിടെയാ. ക്രിസ്തു അതിൻ്റെ അകത്താ. അവിടെ പോയി അന്വേഷിക്കണം.
രോഗികളായി കിടക്കുന്നവന്റെ ഇടത്താണ് ക്രിസ്തു. നിരാലംബനായി കിടക്കുന്നവന്റെ അടുത്താണ് ക്രിസ്തു. അതിനടുത്ത് ദേവാലയം ഉണ്ടെങ്കിൽ ക്രിസ്തു ദേവാലയത്തിൽ കാണുകയില്ല. അവിടെ അന്വേഷിക്കണ്ട. ചോർന്നൊലിക്കുന്നവന്റെ ഭവനത്തിൽ ചെന്ന് നോക്ക്, അവിടെ ക്രിസ്തു ഉണ്ടാകും. ശൗലിനോട് കർത്താവ് ഒരിക്കൽ ചോദിച്ചു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശൗലിനോട് കർത്താവ് ചോദിക്കുക, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ശൗൽ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ നിന്നെ എപ്പോഴാ ഉപദ്രവിച്ചത്? ഞാൻ നിന്നെ ഉപദ്രവിച്ചില്ലല്ലോ. പക്ഷേ ശൗൽ ഉപദ്രവിച്ചത് പാവപ്പെട്ട ജനങ്ങളെയാണ്, പാവപ്പെട്ട മനുഷ്യരെയാണ് ശൗൽ ഉപദ്രവിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അവൻ ഏൽക്കുന്ന ഓരോ ക്ഷതവും, അവൻ ഏൽക്കുന്ന ഓരോ ഭാരവും, അവൻ്റെ ഓരോ കണ്ണുനീരും എൻ്റെ കണ്ണുനീരാണ്. അതുകൊണ്ട് ഈ വെളിപ്പാട് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. ഈ വെളിപ്പാട് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ടാണ് ശമരിയ സ്ത്രീയോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. അല്ലേ? നമ്മൾ ആരാധനകളൊക്കെ നമുക്ക് എന്നും ഉണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആരാധിക്കുന്നത് എന്തിനെയാ? അറിയാത്തതിനെ. നിങ്ങൾ അറിയുന്നില്ല, ക്രിസ്തു ഇല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ല. നമുക്കൊക്കെ ക്രിസ്തുവിനോട് ചേർന്ന് പോകാൻ ആഗ്രഹമുണ്ട്, സ്വർഗത്തിൽ പോകാനും ആഗ്രഹമുണ്ട്. അല്ലേ? ഞാൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്, കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു ശവക്കോട്ടയിലൊരു മാവുണ്ടായിരുന്നു. ഈ മാവ് നിറച്ചു മാങ്ങായ. ഈ മാങ്ങ ശവക്കോട്ടയിലാണ് ഈ മാവ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ആളുകൾ ഈ മാങ്ങ പറിക്കത്തില്ല. കാരണം നമുക്കറിയാം, ശവക്കോട്ടയിൽ വീഴുന്ന ഈ മാങ്ങയുടെ ചുവട്ടിൽ കിടക്കുന്നതൊക്കെ എന്താണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഭയമാണ് ശവക്കോട്ടയിലെ ഈ മാങ്ങ തിന്നാനായിട്ട്. ഒരു ദിവസം 2 മാങ്ങ കച്ചവടക്കാർ ഈ ശവക്കോട്ടയുടെ വെളിയിൽ കൂടെ വന്ന സമയത്ത് ഇവർ കണ്ടു, ഒരു വലിയ മാവ് നിൽക്കുന്നു, മാവ് നിറച്ചു മാങ്ങ. അപ്പോൾ ഈ മാങ്ങ പറിക്കാം. പള്ളിയിൽ ചെന്ന് അച്ഛനോട് ചോദിച്ചിട്ട് മാങ്ങ പറിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അച്ഛൻ നല്ല ഉറക്കമാണ്. അപ്പോൾ പള്ളി മുറ്റത്ത് നിൽക്കുന്ന ശുശ്രൂഷക്കാരനോട് ചോദിച്ചു, ഈ മാങ്ങ ഞങ്ങൾ പറിച്ചോട്ടെ? അയാൾ പറഞ്ഞു, മാങ്ങ പറിച്ചോളാൻ പറഞ്ഞു. മാങ്ങ പറിച്ചു തുടങ്ങി. മാങ്ങ പറിക്കുന്നതിനിടയിൽ 2 മാങ്ങ തെറിച്ച് മതിലിന് വെളിയിൽ പോയി. അപ്പോൾ ഇവർ പറഞ്ഞു, ആ മാങ്ങ അവസാനം എടുക്കാം. മാങ്ങ എല്ലാം പറിച്ച് താഴെ വെച്ചിട്ട് ഇവർ വീതം വെക്കാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ 2 കച്ചവടക്കാരായതുകൊണ്ട് മാങ്ങ എടുത്തിട്ട് വീതം വെക്കുക. ഇങ്ങനെയാണ് വീതം വെക്കുന്നത്. ഒരെണ്ണം എടുത്തിട്ട് പറഞ്ഞു, ഇത് നിനക്ക്. അടുത്തെടുത്തിട്ട് പറഞ്ഞു, ഇതെനിക്ക്. അപ്പോൾ ഇത് നിനക്ക്, ഇതെനിക്ക്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശവക്കോട്ടയുടെ വെളിയിൽ കൂടെ പള്ളിയിലെ ട്രസ്റ്റി നടന്നു വരുന്നു. അപ്പോൾ ട്രസ്റ്റി നോക്കിയപ്പോൾ പള്ളിയുടെ ശവക്കോട്ടയ്ക്കകത്തൊരു ചെറിയ സംസാരം കേൾക്കാം. ഒരു സംസാരവും കേൾക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് ഏതാ? ശവക്കോട്ട. പക്ഷേ അവിടെ സംസാരം കേൾക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ എന്താ പറയുന്നത്? ഇത് നിനക്ക്, ഇതെനിക്ക്. ഇത് നിനക്ക്, ഇതെനിക്ക്. ഈ ഒറ്റ ഓട്ടം പള്ളിയിൽ ചെന്നു. അച്ഛനെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ കിടന്നുറങ്ങിക്കോ, നമ്മുടെ ശവക്കോട്ടയിൽ വലിയൊരു സംഭവം നടക്കുക. അപ്പം അച്ഛൻ ചോദിച്ചു, അതെന്താ സംഭവം? പറഞ്ഞു, അച്ഛൻ വേദപുസ്തകം വായിച്ചിട്ടുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞു, വല്ലപ്പോഴും വായിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവസാന നാളിൽ കർത്താവ് ഇറങ്ങി വരും, കൂടെ സാത്താനെയും കൊണ്ടുവരും. എന്തിനാണെന്നറിയാമോ? മരിച്ചവരെയെല്ലാം വേർതിരിക്കും. ഇന്ന് നമ്മുടെ ശവക്കോട്ടയിലാണ് പരിപാടി. അതുകൊണ്ട് നമ്മുടെ ശവക്കോട്ടയിലെ മരിച്ചവരെയെല്ലാം ഇന്ന് വേർതിരിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഏയ് അങ്ങനൊന്നുമില്ല, കർത്താവ് വരുമ്പോൾ മേഘധ്വനി, കാഹളധ്വനി ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഇതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ട്രസ്റ്റ് പറഞ്ഞു, മാർത്തോമ ക്രിസ്ത്യാനികൾ ഇങ്ങനെയാണ്, ഒന്നും കേട്ടാൽ വിശ്വസിക്കത്തില്ല, കണ്ടാൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. അതുകൊണ്ട് അച്ഛൻ എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. 2 പേരും കൂടെ ശവക്കോട്ടയിൽ അവിടെ ചെന്നു. അപ്പോൾ അച്ഛൻ അല്പം ധൈര്യമുള്ള ആളായതുകൊണ്ട് അച്ഛൻ അകത്തോട്ട് നോക്കിയില്ല, വെളിയിൽ നിന്ന് ഇത് ശ്രദ്ധിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇത് നിനക്ക്, ഇതെനിക്ക്. അപ്പോൾ അച്ഛൻ ട്രസ്റ്റിയോട് പറഞ്ഞു, മോനെ നീ പറഞ്ഞത് ശരിയാ, ഈ പറഞ്ഞ കാര്യം തന്നെയാണ് നടക്കുന്നത്, ശവക്കോട്ടയിലുള്ള ആളുകളെയൊക്കെ വേർതിരിക്കുക. പക്ഷെ ഒരു പ്രശ്നം, അവരെ ഈ അകത്തുള്ളവരെല്ലാം വേർതിരിച്ച് കഴിഞ്ഞാൽ പിന്നെ
എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് നമ്മളെയാ, പിന്നെ ജീവനുള്ളവരെ പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അത്ര ബുദ്ധിയല്ല, അതുകൊണ്ട് നമുക്ക് ഓടിയേക്കാം. രണ്ടുപേരും ഓടാനായിട്ട് കയ്യെ പിടിച്ചു, ആദ്യത്തെ കാല് വെച്ചു. അപ്പോൾ ശവക്കോട്ടയ്ക്കകത്തുനിന്നൊരു ശബ്ദം, എടാ അകത്തേതെല്ലാം കഴിഞ്ഞു, ഇനി വെളിയിൽ 2 എണ്ണം ഉണ്ട്, അതിലൊന്ന് നിനക്കും ഒന്നെനിക്കും. അച്ഛനും ട്രസ്റ്റിയും നോക്കിയപ്പോൾ 2-ൽ 1 ഉള്ളൂ കർത്താവിന്. അത് അച്ഛനാണെന്ന് അച്ഛനും വിശ്വാസമില്ല, ട്രസ്റ്റിയാണെന്ന് ട്രസ്റ്റിക്കും വിശ്വാസമില്ല. രാവിലെയും വൈകിട്ടും എല്ലാം പ്രാർത്ഥനയാ, നോമ്പ് നോക്കുക, ഉപവസിക്കുക. പക്ഷെ കർത്താവ് വന്ന് വിളിച്ചാൽ കൂടെ പോകാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പും ഇല്ല. സന്തോഷ അനുഭവങ്ങളിൽ ഉത്തരവാദിത്വങ്ങൾ മറന്ന് ജീവിക്കുന്നവരോട് പറയുക, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നവരാണ്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നവരാണ്. അറിയുന്നതിനെ ആരാധിക്കുന്നതിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ഈ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകണം. ഇന്ന് ജീവിതങ്ങളും സഭകളുമെല്ലാം വ്യവസായവൽക്കരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് പോവുക. എന്ത് ലാഭം കിട്ടും എന്ന ക്രിസ്തു അതുകൊണ്ടാ യെരൂശലേം ദേവാലയത്തിൽ ചാട്ടവാർ എടുത്തിട്ട് പറഞ്ഞത്, നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ കച്ചവട സ്ഥലമാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പള്ളികൾ സൂപ്പർ മാർക്കറ്റുകളാണെന്ന് അതിനർത്ഥമില്ല. മറിച്ച് കച്ചവടത്തിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇന്ന് നമ്മുടെ സഭകളിലും ഭവനങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കച്ചവടത്തിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലാഭേച്ഛ. ലാഭം ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ ആരും ഇന്ന് വരെ കച്ചവടം ചെയ്തിട്ടില്ല. ഇന്ന് ആത്മീയ കച്ചവടത്തിന്റെ കാലമാണ്, അല്ലേ? ഇവിടെ വന്നിട്ടുള്ള പകുതിയിൽ കൂടുതൽ ആളുകൾ, ക്ഷമിക്കണം പറയുന്നതിൽ, എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആഗ്രഹ സഫലീകരണത്തിന് മാത്രമുള്ളതല്ല ആത്മീയത, ലാഭമുണ്ടാക്കുവാനുള്ളതല്ല ആത്മീയത. ചിലതൊക്കെ നഷ്ടപ്പെടുത്താൻ തയ്യാറാകേണ്ടതാണ് ആത്മീയത. ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, ദൈവത്തെ അറിയണമെങ്കിൽ, അവനോട് കൂടെ ചേരണമെങ്കിൽ ചിലതൊക്കെ നഷ്ടപ്പെടുത്തണം. ലാഭം മാത്രമല്ല ആത്മീയത. ഇന്ന് പുതിയ ബാനറുകൾ വെച്ച് കെട്ടി നടത്തുന്ന ആത്മീയതയിൽ മുഴുവൻ എന്താ? ലാഭം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ആത്മീയത ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ലാഭത്തെക്കുറിച്ച് ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാ. നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാ. അങ്ങനെ ഒരു അന്വേഷണം ക്രിസ്തുവിനെ കുറിച്ച് ആവശ്യമില്ല. 2, ധനത്തിന്റെ ബലത്തിൽ നടത്തപ്പെടുന്നതാണ് കച്ചവടം. പണത്തിന്റെ ബലത്തിൽ മാത്രം നടത്തപ്പെടുന്നതാ. അവിടെ സ്നേഹമെന്നോ കരുതലെന്നോ അവിടെ ഒന്നും ഇല്ല. പണത്തിന്റെ ബലം എവിടെയുണ്ടോ അവിടെ കച്ചവടം നടക്കും. അതുകൊണ്ടാണ് ആഭിചാരകനായ ശീമോൻ പത്രോസ് അനേകം പേരെ സൗഖ്യമാക്കി. ഇത് കണ്ട ആഭിചാരകനായ ശീമോൻ പറഞ്ഞു, നിനക്ക് ഇച്ചിരി പണം തരാം, ഈ പണി എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കണം. ഇന്ന് ആഭിചാരകനായ ശീമോന്റെ പണി നടത്തുന്ന ആത്മീക പിതാക്കന്മാരുണ്ട്. എന്നെ പോലെയുള്ള അനേക വൈദികരുണ്ട്. മനുഷ്യന്റെ വേദനകളെ, മനുഷ്യന്റെ സങ്കടങ്ങളെ കാർന്നെടുക്കുന്ന ആത്മീകത. ഓടരുത് അതിന്റെ പിറകെ പോകരുത്. ദൈവത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന ആത്മീക കപടതയുടെ പുറകെ അല്ല പോകേണ്ടത്. മറിച്ച് നീ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ധനമുണ്ടാക്കിയെടുക്കുന്നിടത്തല്ല പോകേണ്ടത്, ലാഭമുണ്ടാക്കിയെടുക്കുന്നിടത്തല്ല പോകേണ്ടത്, പണത്തിന്റെ അനുഭവത്തിന് വേണ്ടി മാത്രമല്ല പോകേണ്ടത്. അങ്ങനെയാണല്ലോ കിവറിയ സഹതായുടെ നേർച്ചയ്ക്ക് കൊടുക്കുന്നത് എന്താ? കോഴിയെ അടവെക്കുമ്പോഴും ആരോടാ പറയുന്നത്? നോക്കിക്കോണമെന്ന് സഹതായോടാ പറയുന്നത്, അല്ലേ? 10-28 മുട്ട വെച്ചിട്ട് അടക്കോഴിയെ പിടിച്ച് എൻ്റെ മുകളിൽ വെച്ചിട്ട് പറയും, എൻ്റെ സഹതാ നോക്കിക്കോണേ, 28 എണ്ണവും വിരിഞ്ഞാൽ 2 എണ്ണം നിനക്കാ, അതുകൊണ്ട് നീ സൂക്ഷിച്ചോണം. 2 എണ്ണം നിനക്കാ, പിന്നെ നമ്മൾ പോയി കിടന്ന് ഉറങ്ങിയാൽ മതി, സഹതാ നോക്കിക്കോളും, അല്ലേ? 28 എണ്ണവും അങ്ങ് വിരിഞ്ഞു വെളിയിലോട്ടിറങ്ങി തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും കൂടെ അങ്ങോട്ട് നടക്കുമ്പോഴാണ് വീണ്ടും അടുത്ത പ്രാർത്ഥന, സഹതാ ഇതിനെ പുള്ളും പരുന്തും കൊണ്ടുപോകാതെ നോക്കാമെങ്കിൽ 1 എണ്ണത്തിനെ കൂടെ നിനക്ക് തന്നേക്കാം, സഹതായ്ക്ക് 3 എണ്ണമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പുള്ളു വന്ന്
3 ചേർത്ത് പിടിച്ചോണ്ട് അങ്ങ് പോയി. അടുത്ത പ്രാർത്ഥന ഇതാ, എൻ്റെ സഹതാ നിന്റെ 3 ആണല്ലോ ഈ പുള്ള കൊണ്ടുപോയത്, ബാക്കിയല്ല എൻ്റേതാ. സഹതാടെ പണി എന്താ? കുന്തം പിടിച്ചോണ്ട് കോഴിയെ നോക്കുക ആണോ? ലാഭത്തിന് വേണ്ടി ദൈവത്തെയും പരിശുദ്ധന്മാരെയും ഉപയോഗിക്കുന്നവർ ഓർക്കണം, ലാഭത്തിന് വേണ്ടിയിട്ടല്ല. ഈ പരിശുദ്ധന്മാരൊന്നും അവരുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി വിശുദ്ധന്മാരായവരാ. ആ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് പോകുമ്പോഴും ചിലതൊക്കെ നഷ്ടപ്പെടുത്താൻ കഴിയണം. കച്ചവടത്തിന്റെ 3ാമത്തെ പ്രശ്നം അടങ്ങാത്ത മത്സരബുദ്ധി. അടങ്ങാത്ത മത്സരബുദ്ധിയാണ് കച്ചവടത്തിന്റെ 3ാമത്തെ പ്രശ്നം. ഇത് 3ഉം ഇന്ന് സഭകളിലും ഭവനങ്ങളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഇതിനെ പ്രാർത്ഥനാലയമായിരുന്നു, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു, കച്ചവട സ്ഥലമാക്കി തീർത്തു. അവിടെ നിങ്ങൾ പണം സമ്പാദിക്കാൻ തുടങ്ങി, മത്സരബുദ്ധികൾ തുടങ്ങി. ഇല്ലേ, ദേവാലയത്തിൽ ഇന്ന് മത്സരബുദ്ധിയില്ലേ? മാർച്ച് മാസം വരുമ്പോഴും തുടങ്ങുക ഇലക്ഷൻ, തമ്മിത്തല്ല്, അടി, വീട് കയറിയുള്ള പ്രചരണം, സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ, ട്രസ്റ്റിയും സെക്രട്ടറിയും കമ്മിറ്റിക്കാരും ഒക്കെ ആകാൻ വേണ്ടിയിട്ട് മത്സരബുദ്ധിയോടെ വരുന്ന കച്ചവട സ്വഭാവമുള്ള ഒരു ആത്മീകതയിലേക്ക് ഞാനും നിങ്ങളും വരിക. ഒരുപക്ഷെ ഞാൻ പറയുന്ന ഒന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് ദേവാലയങ്ങളിൽ വൈദികർക്കിരിക്കാൻ പ്രയാസമാണ്. ഇത്തരം ആളുകളുടെ കൂടെ കൂടിയിട്ട് വേണം ഇതൊക്കെ ഇന്ന് നടത്താൻ. അവരെ അനുസരിച്ചില്ലെങ്കിൽ അച്ഛന്മാർ കൊള്ളാത്തവരായി തീരും. ഇവരുടെ കൂടെ കൂടിയില്ലെങ്കിൽ ഈ കപട ആത്മീകതയും കച്ചവടവും നടത്തുന്നവരുടെ കൂടെ കൂടാനുള്ള വൈദികരാണ് ഇന്ന് ആവശ്യം. അതിലുള്ള തപ്പും തടാരിപ്പുമൊക്കെ പഠിച്ചിട്ട് വേണം ഇന്ന് ഈ പണിക്കിറങ്ങാൻ. പ്രിയമുള്ളവരെ, ധനത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന ദേവാലയങ്ങളല്ല, കരങ്ങൾ ചേർത്ത് പിടിച്ച സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അനുഭവം. ഉത്തരവാദിത്വങ്ങൾ മറക്കുന്നവരായിട്ടല്ല, ഉത്തരവാദിത്വങ്ങളിൽ ചേർന്ന് വരുന്നവരായി തീരണം. അതുകൊണ്ടാണ് ദാവീദിനോട് യഹോവയായ ദൈവം പറഞ്ഞു, ദിനവൃത്താന്തം 1-ാം പുസ്തകം 28-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് സർവ്വജനത്തോടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു ദേവാലയം പണിയാൻ ആഗ്രഹിച്ചു, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതാ. പക്ഷേ യഹോവ എന്നോട് പറഞ്ഞു, നീ ദേവാലയം പണിയരുത്. കാരണം നിന്റെ കൈ രക്തം ചൊരിഞ്ഞ കൈയാണ്. നിന്റെ കൈ രക്തം ചൊരിഞ്ഞ കൈ ആയതുകൊണ്ട് നിനക്ക് ദേവാലയം പണിയാനുള്ള അവകാശമില്ല. സഹോദരന് രക്തം ചൊരിയുക എന്ന് പറഞ്ഞാൽ അവന്റെ വേദനപ്പെടുത്തുക എന്നാ, അവനെ സഹായിക്കാതിരിക്കുക എന്നാ. ഓർക്കണം, അങ്ങനെയുള്ള എനിക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള അർഹതയുണ്ടോ? ഈ കച്ചവട സ്വഭാവത്തെ മാറ്റണം. വാഗ്ദത്ത പേടകം ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തതാ. ആരാധനാലയമാത്. അവർ കൂടെ കൊണ്ടു നടന്നു. രാവും പകലും അവരുടെ കൂടെ ഇരുന്നു വാഗ്ദത്ത പേടകം. അവർ ഉറങ്ങുന്നിടത്തത് വെച്ചു, വിശ്രമിച്ചു. അവർ നടക്കുന്നിടത്തത് കൂടെ കൊണ്ടുപോയി. അവരതിൻ്റെ മുമ്പിൽ ആഹാരം കഴിച്ചു, അതിൻ്റെ മുമ്പിൽ സ്നേഹം പങ്കിട്ടു, സാഹോദര്യം പങ്കിട്ടു. അങ്ങനെ ദേവാലയത്തിനോട് സർവ്വസമയവും ദേവാലയത്തോട് ചേർന്ന് അവർ ജീവിച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് മടുത്തു. അവർ പറഞ്ഞു, ഇനി ഒരു ദേവാലയം പണിയണം. ദേവാലയം പണിഞ്ഞ് വാഗ്ദത്ത പേടകം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവർ പോയിട്ട് പറഞ്ഞു, ഇനി വല്ലപ്പോഴും വന്ന് ഞങ്ങൾ കണ്ടോളാം. അങ്ങനെ ആ ദേവാലയം ഇടവേളകളിലുള്ള ആരാധനയായി മാറിയത്. അല്ലാത്ത സമയത്ത് ദേവാലയം അവരുടെ കൂടെയായിരുന്നു. രാവും പകലും അവരെ കാത്തു. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും അവരെ കാത്ത ദേവാലയം അവർ കെട്ടിടമായി പണിതു കഴിഞ്ഞപ്പോൾ, കല്ലിന്മേൽ കല്ല് വെച്ച് പണിതു കഴിഞ്ഞപ്പോൾ കരങ്ങൾ വിട്ടു. പിന്നെ അവർ പറഞ്ഞു, ഇനി വല്ലപ്പോഴും വന്ന് ദൈവമേ നിന്നെ ഞങ്ങൾ കണ്ടോളാം. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വല്ലപ്പോഴും ദേവാലയത്തിൽ പോകുന്നത്. മറ്റേ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അങ്ങനെ ആരാധന ഇടവേളയുടെ ഭാഗമാക്കി തീർത്തു. രോദ ജീവിതത്തിൻ്റെ 2 അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഒന്ന്, ഉയർച്ചയിൽ ജീവിക്കുമ്പോഴും താഴ്മയുടെ അനുഭവത്തെ ലോകത്തിന് പകർന്നു കൊടുത്ത മാതൃക രോദയ്ക്കുണ്ടായിരുന്നു.
രണ്ടാമത്, സന്തോഷ അനുഭവങ്ങളിൽ ഉത്തരവാദിത്വം മറന്നുപോയി രോധ. മറന്നുപോകരുത് ഈ ഉത്തരവാദിത്വം. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ സന്തോഷത്താൽ മറന്നു കളയരുത്. അത് സഭയായാലും സമൂഹമായാലും വ്യക്തികളായാലും ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ നന്മകളിലെല്ലാം ദൈവത്തെ അറിഞ്ഞ് ജീവിപ്പാൻ നമുക്കിടയാകണം. അതുകൊണ്ട് ഈ വചനങ്ങൾ ദൈവം നമ്മെ മാറ്റത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ, എന്തിനാണ് ജീവിക്കുന്നതെന്ന് ബോധ്യപ്പെടുവാൻ ഇതാണ് ആദ്യം ഞാൻ ഓർമ്മിപ്പിച്ചത്. T.S. എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡിലെ വാക്യങ്ങൾ. Where is the life that is lost in the living? Where is the wisdom that is lost in the learning? Where is the knowledge that is lost in the knowing? ആ ജീവിതത്തിലേക്ക്, ആ അറിവിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് വരുത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.